guys, good evening. ഇന്നത്തെ ടോപ്പിക് ഫോർ ദ ബ്ലൂ ബോയ്സ് പോഡ്കാസ്റ്റ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഹണിമൂൺസ് ഓവർ. സോ ദിസ് ഈസ് ക്വൈറ്റ് എ നെഗറ്റീവ് സ്ട്രീം എന്ന് തന്നെ വേണം പറയാം, ബിക്കോസ് തിങ്സ് ആർન્ટ ഗോയിങ് റൈറ്റ് നമുക്ക് വേണ്ട രീതിയിൽ. സോ വെൽക്കം ഹെബാർ, വെൽക്കം അജിത്, വെൽക്കം SK. ഒരു തുമ്മിട്ട് അങ്ങ് പോയി. ഞാൻ മെയിൻ ടോപ്പിക്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഗോ ലൈവ് അടിച്ചപ്പോ എന്തോ എഴുതി കാണിച്ചു, ദാറ്റ് എന്തോ ബ്രോഡ്കാസ്റ്റ് നമ്മൾ എത്രയോ മണിക്കൂർ കൂടിയത് കാരണം എന്തൊക്കെയോ ലൈക്ക് ആ മെസ്സേജ് വന്നു പോയത് പെട്ടെന്നായിരുന്നു. സോ SK ഓർ ഹെബാർ, ഇഫ് യു ഗൈസ് നോ വാട്ട്സ് ഹാപ്പനിങ്. പറ്റിച്ചതാണ്. ഓക്കെ, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻടു ദ ടോപ്പിക്. ഹണിമൂൺസ് ഓവർ. കാരണം ഇത്രയും നാളൊരു അൺബീറ്റൻ സ്ട്രീക്ക് ആയിരുന്നു. ബട്ട് സഡൻലി ഒരു ബിലോ പാർ എന്ന് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രീ സീസൺ പെർഫോമൻസ് മേ ബി ഹെബാർ അഗൈൻസ്റ്റ് ബ്രൈറ്റൺ. രണ്ട് പോയിന്റ് ഉണ്ട്. ഒന്നത്, ഐ തിങ്ക് ആസ്റ്റൺ വില്ല ഗെയിം മുതൽ തന്നെ വി വർ ഗെറ്റിംഗ് കിൽഡ് ഔട്ട് വൈഡ്. ടാക്ടിക്കൽ സെറ്റപ്പ് ചെയ്താൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കാണാനുണ്ടാവുന്നു. ബട്ട് വി ഗോട്ട് ലക്കി ഇൻ എ ഫ്യൂ മാച്ചസ്. ഒരു കെപ്പയുടെ ഒരു ഫോമും പിന്നെ മൾട്ടിപ്പിൾ അതർ ഫാക്ടേഴ്സ് ഹെൽപ്ഡ് us ഔട്ട് ഇൻ എ ബിഗ് വേ. വേറുള്ളത്, ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് പോയിന്റഡ് ദാറ്റ് ഔട്ട്. 4 ദിവസത്തിൽ ഐ തിങ്ക് വി ആർ പ്ലേയിങ് ലൈക്ക് 4 times in a week, 4 times in 9 days ആണ് ഒരു ആവറേജ് പ്ലെയർ ഇപ്പോൾ കളിക്കുന്നത്. നോ പ്ലെയർ ക്യാൻ ടേക്ക് that amount of strain. ആർസണലും സിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഐ തിങ്ക് ഐ എം നോട്ട് ടു ഷുവർ. ബട്ട് 2 factors ആൻഡ് ടാക്ടിക്കൽ ഐ തിങ്ക് വി ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ടു ഇറ്റ് ഇൻ ദ സ്ട്രീം. പക്ഷേ ഈ ഒരു 2 factors are definitely എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സിറ്റി the consistency they are showing is not normal Arsenal team, but I think other teams are struggling with this. Yeah, so I mean that is an explanation. പക്ഷേ ഞാൻ ആക്ച്വലി കഴിഞ്ഞ സ്ട്രീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അജിത് ദാറ്റ് ദിസ് ഗ്രാം പോട്ടർ ഇസ് നോട്ട്, എന്താ പറയാ, ചേഞ്ചസ് വരുത്താൻ അത്ര മടിയില്ലാത്തൊരു മാനേജറാണ്. തെറ്റ് പറ്റിയെങ്കിൽ ആദ്യമേ തന്നെ അത് നികത്തിക്കൊണ്ട് മിഡ് ഗെയിമിൽ തന്നെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്ത് കളി തിരിച്ചു പിടിക്കാറുള്ള ഒരു മാനേജറാണ്. വി ഹവ് സീൻ ദാറ്റ് ഇൻ എ കപ്പിൾ ഓഫ് ഗെയിംസ്. പക്ഷേ ഈ കളിയിൽ ഐ എം സ്ട്രെസ്സിങ് ഓൺ ദ ബ്രൈറ്റൺ ഗെയിം ബിക്കോസ് ഞാൻ ചിരിച്ചോണ്ടായിരുന്നു കളി കാണുന്നത്. എനിക്കൊരു വിഷമം തോന്നുന്നുണ്ടായില്ല. ബിക്കോസ് ഫ്രം ദ സ്റ്റാർട്ട് ലൈനപ്പ് തന്നെ എന്തായിരുന്നു. ഞാൻ അജിത്തിനോടാണ് ചോദ്യം. ചിൽവെല് ബെഞ്ചിലുണ്ട്, ആസ്പി ബെഞ്ചിലുണ്ട്, എന്നിട്ടും വിങ് ബാക്ക് പൊസിഷൻസ് കളിച്ചത് സ്റ്റേർലിങ്ങും പുലിസിക്കാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കളിയുടെ ഇടയിൽ. ഞാൻ ഏത് പൊസിഷനാണ് എടുക്കേണ്ടത്, ഞാൻ ആരെയാ മാർക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ അറ്റാക്ക് ചെയ്യണോ, ഞാനിപ്പോ ബാക്കിൽ നിൽക്കണോ, അവർക്ക് അറിയില്ല. ഐ മീൻ എല്ലാവരും സ്റ്റേർലിങ്ങിനെ കുറ്റം പറയുന്നു, ബട്ട് ഐ കാൺ ഫൈൻഡ് എനി ഫോൾട്ട്സ് വിത്ത് ഹിം. കഴിഞ്ഞ 8 കളിയായിട്ട് ഗോൾ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പുറത്ത് ആ പൊസിഷനിൽ നിന്ന് ഗോൾ അടിക്കാൻ പറ്റുമോ അജിത്? ഫോർ സംബഡി ഹൂസ് നെവർ ഹാഡ് ടു പ്ലേ ദാറ്റ്? ഡെഫിനറ്റ്ലി നോട്ട്. നമ്മളിപ്പോ പലപ്പോഴും കണ്ടിരിക്കണ, ഞാൻ ടൂക്കലിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കാലം ഹഡ്സനോട് പറഞ്ഞ പ്ലെയറിനെ റൈറ്റ് വിങ് ബാക്കിൽ കുറെ പ്രാവശ്യം കളിപ്പിച്ചു, ലെഫ്റ്റ് വിങ് ബാക്കിൽ ഇടയ്ക്ക് കളിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നെവർ എഫക്റ്റീവ്. ആൻഡ് സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ടീം ലൈക്ക് ഐ ഫീൽ ടൂക്കൽ ഒരു വിക്ടിം ഓഫ് ഹിസ് ഓൺ സക്സസ് ആണ് ഇവിടെ ഉണ്ടായത്. ആ ബ്രൈറ്റൺ ടീമിന് പുള്ളി ഡ്രിൽ ഡൗൺ ചെയ്ത് സൂപ്പർ ആക്കി. ദേ പ്ലേ ലൈക്ക് ക്രേസി ഫുട്ബോൾ റൈറ്റ് നൗ. ലിവർപൂളിന്റെ കൂടെയുള്ള 3-3 ഡ്രോ തന്നെ കണ്ടാൽ മനസ്സിലാവും ദ വേ ദേ പ്ലേ റൈറ്റ് നൗ. ആൻഡ് അവരുടെ കൂടെ തന്നെ നമുക്ക് തോക്കേണ്ടി വരും. ബിക്കോസ് they didn't look like a team that had their manager just sacked, and we looked exactly like that. And എനിക്കറിയില്ല, it seemed like as if he took a leaf of Tuchel's book, playing players out of his position, and Potter has to learn. And എപ്പോഴും എനിക്ക് ഷാംബ്രോ കഴിഞ്ഞ സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു that he is more of a reactive manager than a proactive manager. And I feel that it seems like that because he first puts a lineup out and then he tries to make it right. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഈസ് നോട്ട് മാനേജ്ഡ്, ഈ ഒരു ഹൈ ലെവലിൽ മാനേജ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെതായുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഹോപ്പ്ഫുള്ളി ഹി വിൽ ഫൈൻഡ് എ വേ ഔട്ട്. ഹീസ് എ സ്മാർട്ട് മാനേജർ ആൻഡ് ഡെഫിനറ്റ്ലി വി ബിലീവ് ഇൻ ഹിം. ബട്ട് തിങ്സ് ഹാവ് ടു ബി സെറ്റ് റൈറ്റ് നൗ ബിക്കോസ് വി ആർ ഇൻ എ സ്റ്റേജ്, ഈ സീസണിന്റെ സ്റ്റേജ് ഇതാണ്. ഇഫ് വി ലൂസ് എ ഫ്യൂ മാച്ചസ് ഫ്രം ഹിയർ ബിഫോർ ദ വേൾഡ് കപ്പ് ഇറ്റ്സെൽഫ്, ലൈക്ക് എ കപ്പിൾ ഓഫ് മാച്ചസ് ബാക്കിയിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ. ഇഫ് വി ലൂസ് ബോത്ത് ഓഫ് ദം വി ഡ്രോപ്പ് ഡൗൺ. ആൻഡ് ദെൻ പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് പ്ലേയേഴ്സ് വരുമ്പോൾ മൊറാൽ എങ്ങനെയാവും ഒന്നും പറയാൻ പറ്റില്ല.
ആൻഡ് ഇഞ്ചറീസിന്റെ കേസ് ആണെങ്കിൽ വേൾഡ് കപ്പ് കഴിഞ്ഞ ഇഞ്ചറീസ് കൂടാനേ ചാൻസ് ഉള്ളൂ. സോ ഇറ്റ് ഡസൻ സീം ദാറ്റ് ഗുഡ് റൈറ്റ് നൗ ബിക്കോസ് വി ആർ പ്ലേയിങ് ആർസണൽ നെക്സ്റ്റ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഫോം ദേ ആർ. ഓക്കെ, ബ്രില്യൻറ്റ്. എസ്കെ, ഇതിപ്പോ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്. ഈ ഇപ്പൊ നമ്മള് ഒരുപാട് ഇപ്പൊ 1-2 പ്ലേയേഴ്സിനെയൊക്കെ ഔട്ട് ഓഫ് പൊസിഷൻ വല്ലപ്പോഴൊക്കെ കളിപ്പിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല. ഇപ്പൊ ഒരു യൂട്ടിലിറ്റി പ്ലെയർ അറ്റ് റൈറ്റ് ബാക്ക്, ഒരു യൂട്ടിലിറ്റി പ്ലെയർ ഇൻ ദ സെന്റർ ഓഫ് മിഡ്ഫീൽഡ്. ബട്ട് ആ ടീം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കായ് ഹാവേർട്സ് ഉൾപ്പെടെ ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. നമ്മളുടെ മെയിൻ അറ്റാക്കർ എന്ന് പറഞ്ഞ ആൾക്ക് പോലും ഒരു ഡിഫൈൻഡ് പൊസിഷൻ ഇല്ല. അപ്പൊ പിന്നെ ഈ സത്യം പറഞ്ഞ റൂബൻ ലോഫ്റ്റസ് ചീക്കിനെയും സ്റ്റേർലിങ്ങിനെയും പുലിസിക്കിനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എസ്പെഷ്യലി ആ കഴിഞ്ഞ കളിയിൽ. കാരണം ഐ ഡോണ്ട് റേറ്റ് എനിബഡി. കാര്യം എനിക്കതൊരു കളിയായിട്ടേ തോന്നിയില്ല. അത് നമ്മള് നിനക്ക് ഇവിടെ കളിക്കാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്ത പോലത്തെ ഒരു കളിയായി പോയി. ബട്ട് സാഡ്ലി ദാറ്റ് വാസ് എ ലീഗ് ഗെയിം ആൻഡ് വി ഗെയിൻഡ് നത്തിങ് ഫ്രം ഇറ്റ്, അല്ലേ? ഇത് എത്രാമത്തെ കോച്ചിനെ കുറിച്ചാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വി സ്റ്റാർട്ടഡ് ദിസ് വിത്ത് ഫ്രാങ്ക് ലാംപാർഡിന്റെ കേസ് പറഞ്ഞു, തോമസ് ടൂഖലിന്റെ കേസ് പറയുന്നു, ഗ്രാം പോട്ടറിന്റെ കേസ് പറയുന്നു. ദിസ് ഇസ് ക്രേസി. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ട്രോസാർഡിനെ ഭയങ്കര വല്ലാണ്ട് പ്രശംസിക്കുന്നു. ഹീസ് ബിക്കമിങ് ദ പ്ലെയർ. ഈ പുള്ളിക്കാരൻ പൊളിയാണ്. പക്ഷെ ഈ ഒരു ട്രോസാർഡ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയും പല പൊസിഷനിൽ വിട്ട് കളിപ്പിച്ചിട്ടാണ് ഇപ്പൊ ഇന്ന ലെവലിൽ എത്തിയത്. ബ്രൈറ്റൺ എന്ന് പറയുന്ന ഒരു 3 years പ്രൊജക്ട് ആയിരുന്നു. സോ ചെൽസി ഈസ് ഓൾസോ എ പ്രൊജക്ട്. ഇതിപ്പോ 5 മാസം. ആൻഡ് ഐ എം ഹാപ്പി ഹണിമൂൺ പീരീഡ് ഇസ് ഓവർ ആസ് ഏർലി ആസ് പോസിബിൾ. കാരണം വേറെ ഒന്നുമല്ല, സാരിക്ക് ഉണ്ടായിരുന്നു 18 ഗെയിംസ് അൺബീറ്റൻ, ഫ്രാങ്ക് ലാംപാർഡിന് ഉണ്ടായിരുന്നു 17 ഗെയിംസ്, തോമസ് ടൂക്കലിന് ഉണ്ടായിരുന്നു ഏകദേശം 17 ഗെയിംസ്. സോ അത്രയും വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തോൽവി കിട്ടി. ഇനി ആ തോൽവിയിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം എന്നുള്ളതായിരുന്നു. നൗ സാക്ബർഗ് ആയിട്ടുള്ള കളി കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു റെലവന്റ് ഗെയിം അല്ല. പക്ഷെ കഴിഞ്ഞ കളി തോറ്റതിന് ശേഷം എനിക്ക് ഇതിരുന്ന് കാണണം എന്താണ് റിയാക്ഷൻ. തോൽവി ആൻഡ് തോമസ് ടൂക്കലിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, തോൽവി കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ അതൊരു 1.5 റിയാക്ഷൻ ആയിരിക്കും എപ്പോഴും തോമസ് ടൂക്കലിന്റെ. ഈ ഒരു സീസണിന്റെ തുടക്കം മുഴിച്ചിട്ട്. ആൻഡ് സോ ഐ വോണ്ട് ടു സീ വാട്ട് ദ റിയാക്ഷൻ ഇസ്. ആൻഡ് സർപ്രൈസ്ഡ് ആസ്പിലിക്വറ്റനെ. ഐ മീൻ നമ്മള് ഐ ഡോണ്ട് നോ, നമ്മൾ വി ആർ ഡിസ്കൗണ്ടിങ്. ലിവർപൂൾ ഇസ് ഷൗട്ടിങ് ഇഞ്ചുറീസ്, റൈറ്റ്? Aren't our players injured? Like Kante is injured, Kovacic is half injured, Kukureya is half sick. നമ്മുടെ മെയിൻ വെപ്പൺ ഗൺ പവർ റീസ് ജെയിംസ് ഇസ് ഇൻജോർഡ്. ആൻഡ് ചിൽവെൽ കഴിഞ്ഞ സീസണിൽ നിന്ന് ഒരു ഇഞ്ചുറി നിന്ന് വരികയാണ്. സോ ആൻഡ് കോവച്ചിച്ച് ഇസ് പ്ലേയിങ് ഹാഫ് ഇൻജോർഡ്. ജോർഗിനിയോ റെഗുലർ ആയിട്ട് കളിക്കുന്നു. സോ പ്രോബബ്ലി വി ആർ മേ ബി നോട്ട് റിയലി, എന്താ പറയുക, ഒരു കണക്കിന് ചിലപ്പോൾ നമ്മൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നില്ല എത്രത്തോളം റെഗുലർ ആയിട്ട് നമ്മൾ കളിക്കുന്നു. അറ്റ് ദ സെയിം ടൈം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം ഹെബ്ബാർ പറയുന്നതിന് ഒരു ആൻസർ ഉണ്ട്. ദേ ആർ വെരി വെൽ ഡ്രിൽഡ്, which is pretty obvious. പക്ഷെ ആർസണൽ ഇസ് എ ഹ്യൂജ് സർപ്രൈസ്. കാരണം കഴിഞ്ഞ സീസൺ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടാ, നമ്മള് മിക്കൽ ആർട്ടനെ നമ്മൾ കളിയാക്കി. അതായത് പുള്ളിക്കാരൻ ആഴ്ചയിൽ ഒരു കളിയെ കളിക്കുന്നുള്ളൂ, എന്നിട്ടും റെഗുലർ ഗെയിം ടൈം കളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ആർസണൽ ആർ പ്ലേയിങ് റെഗുലർ ഗെയിംസ്. അപ്പോ മേ ബി അറ്റ് ദിസ് മൂമെന്റ് കഴിഞ്ഞ 2 സീസൺ കമ്പയർ ചെയ്യുന്ന നേരത്തെ ആർസണൽ പ്ലേയേഴ്സ് ആർ മോർ ഫ്രഷർ. ദാറ്റ് കുഡ് ബി എ പ്രോബബിൾ എക്സ്പീരിയൻസ്. സിറ്റി ഈസ് വെൽ ഡ്രിൽഡ്. Liverpool is getting injured because of regular game time. So probably നമ്മൾ അത്രത്തോളം നമ്മളത് കണ്ടിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. We are focusing on these position all that. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുന്നുണ്ടോ, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലായിട്ടില്ല. ബ്രില്യൻറ്റ്. ഒരു നോർമൽ SK വീഡിയോയുടെ സെയിം ലെങ്ത് തന്നെ ഉണ്ടായി. പവർ പാക്ഡ്, ആക്ഷൻ പാക്ഡ് ആസ് വെൽ ആസ് കണ്ടന്റ് പാക്ഡ്. എബാർ, ഞാൻ നേരത്തെ ആരോ RLC ഹാസ് ബീൻ സെലക്ടഡ് ടു ദ 55-man പ്രൊവിഷണൽ സ്ക്വാഡ് SK പൊക്കി ഇട്ടപ്പോൾ തന്നെ ഞാൻ പറയാം വെയിറ്റ് ഞാൻ ബാറിലേക്ക് വരാൻ വെച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണത്. നമ്മള് ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ കുറച്ച് കറങ്ങുന്നുണ്ട് ആ ഒരു സ്റ്റാറ്റ്. 13 കളിയിൽ 0 assists 0 goals. ബട്ട് ഹി സ്റ്റിൽ ബിൻ ഗുഡ്, അല്ലേ? ഐ മീൻ we've seen a better RLC. we've seen like എന്താ ചെയ്യാൻ പറ്റണമെന്ന് നമുക്കറിയാം. ബട്ട് ഇൻ മൈ ബുക്സ് ഓൾസോ അവൻ അത്രക്കും അങ്ങനെ മോശമായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വാട്ട് ഡു യു തിങ്ക്? ഈവൻ കൺസിഡറിങ് ദ ലാസ്റ്റ് ഗെയിം വെൻ ഹി വാസ് പ്ലേഡ്, എവിടെ സെന്റർ ബാക്ക് ഒക്കെ കളിപ്പിച്ചു, പാവത്തിനെ എല്ലായിടത്തും കളിപ്പിച്ചു, സ്വന്തം പൊസിഷൻ അല്ലാതെ എല്ലായിടത്തും കളിപ്പിച്ചു. കഴിഞ്ഞ കളി അതാണ്. മറ്റേ ഐ തിങ്ക് ഫസ്റ്റ് ഹാഫ് വാസ് ഷിറ്റ്. അത് എത്ര വലിയ RLC ഫാൻ ആയാലും ഐ ഹാവ് നോ ക്വാംസ് ഇൻ അഡ്മിറ്റിംഗ് ഫസ്റ്റ് ഹാഫ് വല്ലാണ്ട് മോശമായിരുന്നു. ബട്ട് ഐ വിൽ പുട്ട് എ ലോട്ട് ഓഫ് ദാറ്റ് ഡൗൺ ടു ദ സിസ്റ്റം ആസ് വെൽ. അത്
എതിരഭിപ്രായങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. കുക്കുറലിനെ പറ്റി നല്ല ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് 1v1 വിത്ത് വെരി ഫാസ്റ്റ് പ്ലേയേഴ്സ്. ട്രൊസാർഡ്, ലലാനയും മിട്ടോമയും ഒക്കെ നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ്. ആൻഡ് വി വർ ബേസിക്കലി സെയിങ് ഓക്കെ യു ക്യാൻ റൺ അറ്റ് കുക്കുറല്ല ഫോർ ഫ്രീ, നമ്മുടെ വിങ് ബാക്സ് വിൽ ബി ഓൾമോസ്റ്റ് പ്രസിംഗ് ദ ഓപ്പോസിഷൻ വിങ് ബാക്സ് അങ്ങനെ. സോ ആ ഒരു സിസ്റ്റത്തിൽ അഗൈൻ ഐ കാൺ ക്രിട്ടിസൈസ് കുക്കുറല്ല ടു മച്ച് ബിക്കോസ് സിസ്റ്റത്തിന്റെ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ആൻഡ് ഹി ഈസ് കമ്മിങ് ബാക്ക് ഫ്രം ഇഞ്ചുറി. RLC അഗൈൻ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി കളിപ്പിക്കുകയാണെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് മേഡ് ദാറ്റ് പോയിന്റ്. ഹി ഡസ് നോട്ട് ഹാവ് ഒരു പൊസിഷണൽ ഡിസിപ്ലിൻ ഇല്ല. ആളുടെ പുറകെ റണ്ണർ പോകുന്നുണ്ടെങ്കിൽ ഹി ഡസൻ ഹാവ് ദ നോളജ് ടു സ്കാൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ഓക്കെ ബാക്കിൽ ആൾക്കാരുണ്ട് എന്നുള്ളത് ഇസ് മേ ബി നോട്ട് ഇസ് ബെസ്റ്റ് പൊസിഷൻ. നാളെ കളിപ്പിച്ചിരുന്നത് പ്യൂർലി ഒരു സ്ക്വാഡ് പ്ലെയർ, ഒരു ബോൾ കാരിയർ ആയിട്ട് സാർ യൂസ് ചെയ്തിരുന്നപ്പോൾ ഐ തിങ്ക് ഹി ഹാഡ് ഹിസ് ബെസ്റ്റ് സീസൺ. ഇഞ്ചുറി കാരണം പ്രശ്നങ്ങളായി. ആൻഡ് ഹി പ്ലേഡ് സെക്കൻഡ് ഹാഫ് ഐ തിങ്ക് ഹി വാസ് പ്രിറ്റി ഓക്കെ. റൈറ്റ് ബാക്ക് കളിച്ചപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഹി വാസ് ആസ് ബാഡ് ആസ് പീപ്പിൾ ആർ സേയിങ് ഹി വാസ് ഈവൻ വേഴ്സസ് ബ്രൈറ്റൺ. അപ്പോൾ ഫോർ എ പേഴ്സൺ ഹു ഇസ് ആസ് ഡ്യൂറബിൾ, ഹു ക്യാൻ പ്ലേ ആസ് മെനി പൊസിഷൻസ്, ഒരു ഫസ്റ്റ് ടീം പ്ലെയറെ അല്ല, ദാറ്റ് ഇസ് ഫോർ ഷുവർ, ബട്ട് ഹി ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് പ്രസൻസ് ടു ഹാവ് അറൌണ്ട് ദ സ്ക്വാഡ്. ആൻഡ് കാണിച്ചിട്ടുണ്ട് ഈ സീസൺ, മേ ബി ബിക്കോസ് ഓഫ് ഫറ്റീഗ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരിക്കുക, ബട്ട് ഐ തിങ്ക് ഹി സ്റ്റിൽ ഹാസ് എ റോൾ ടു പ്ലേ അറ്റ് ചെൽസി. എന്റെ അഭിപ്രായമായിരിക്കും എവ്രി വൺ ഇസ് എൻടൈറ്റിൽഡ് ടു ദെയർ ഓൺ ഒപ്പീനിയൻ, ബട്ട് ഐ പേഴ്സണലി ഡു വാണ്ട് ടു സീ RLC around the squad. Speaking of good people to have in the squad, നമുക്ക് ഒരു ഫിറ്റ് ആൻഡ് റെഡി ടു പ്ലേ ആസ്പിലിക്വറ്റ് ഉള്ളപ്പോഴാണ് പുലിസിക്കിനെയൊക്കെ റൈറ്റ് വിങ് ബാക്ക് കളിപ്പിച്ചത്. ആൻഡ് നമ്മൾ ലൈക്ക് വി റാൻ ഇൻ ടു ദർ ട്രാപ്പ് എന്ന് പറയാം. പതുക്കെ നടക്കുമ്പോൾ ചാക്കിട്ട് കൂട്ടിയതല്ല, നമ്മൾ നേരെ ചാക്കിന്റെ അകത്തേക്ക് ഹെഡ് ഫസ്റ്റ് ഡൈവ് ചെയ്ത പോലെയായിരുന്നു. ബിക്കോസ് ആ രണ്ടാമത്തെ നമ്മുടെ ചാലോബയുടെ ഓൺ ഗോള്, അത് പുലിസിക്ക് ഇങ്ങനെ ചേടാ ശരിയാണല്ലോ, ഞാൻ അവിടെ ആയിരുന്നു നിൽക്കണ്ടേ എന്നുള്ളത് അവന്റെ മുഖത്തുണ്ടായി അല്ലേ അജിത്? ലൈക്ക് നമ്മള് ബ്രൈറ്റൺ ഹാഡ് എ പ്ലാൻ എ ആൻഡ് ഇറ്റ് വർക്ക്ഡ് അല്ലേ? എനിക്ക് മനസ്സിലായത് ഇത്ര എക്സ്പീരിയൻസ് ആയ ആസ്പിനെ എന്തുകൊണ്ട് പോർട്ടർ ട്രസ്റ്റ് ചെയ്തില്ല എന്നാണ്. ലൈക്ക് ഇൻ സച്ച് എ സിറ്റുവേഷൻ വെൻ വി ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്ഡ്, ഐ മീൻ എക്സ്പീരിയൻസ് അല്ല, ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്സ് റൈറ്റ് നൗ, റീസ് ജെയിംസ് ഇഞ്ചേർഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ ഹി ഹാഡ് ടു ഓപ്ഷൻസ് ആക്ച്വലി. അറ്റ്ലീസ്റ്റ് ഫോർ എ ഫാൻ മേ ബി ഹി ഹാഡ് ടു ഓപ്ഷൻസ്. ഒന്നെങ്കിൽ ആസ്പിനെ കളിക്കുക അല്ലെങ്കിൽ RLCനെ ആ പൊസിഷനിൽ കളിപ്പിക്കുക. പക്ഷെ ഹി ചോസ് ടു ഗോ വിത്ത് പുലിസിക്. മേ ബി ഹി ഹാഡ് സം അതർ പ്ലാൻ ലൈക്ക് ടു ഹിറ്റ് ദം ഓർ സംതിങ്. പക്ഷെ ഇറ്റ് വാസ് അറ്റ്ലീസ്റ്റ് ആ ബാക്കിലേക്ക് ദ വേ ആകാശ് സെഡ് ദാറ്റ്, ലൈക്ക് അവർക്ക് അത്രയും പേസ് ഉണ്ട്. ആ പേസ് ഉള്ള പ്ലേയേഴ്സിനെ they had a plan, they executed it, and it didn't make sense. Like how Potter was so naive to play both Pulisic and Sterling. Like രണ്ട് വിങ്സിലും രണ്ട് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനാണ് പ്ലേ ചെയ്തത്. And എന്തോ it's very clear that he has to learn a lot from his mistakes, and at least അടുത്ത ഗെയിമിനെങ്കിലും നമ്മള് put out in the first 11 at least should be a one that can defeat Arsenal on paper at least. Okay, അപ്പോ അത് പറയുമ്പോൾ ആർസണലിന്റെ കളിനെ പറ്റി ആലോചിക്കാനായിട്ട് ഇച്ചിരി ഒരുപാട് നാൾക്ക് ശേഷം പേടിയാവുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ കളിയിൽ നിന്ന് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റണില്ല. ഐ ഡോ എന്തുകൊണ്ടാണ് അത്രക്കും ഒരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് തോന്നാത്തതും പക്ഷെ മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഒരു എന്തോ ഒരു വൃത്തിയട്ട ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഈ നമ്മുടെ എന്താ പറയാ ഈ CH-നൊക്കെ ഇനി എന്താ ചെയ്യണ്ടേ? അവനൊക്കെ ഒന്ന് മെനക്ക് പെർഫോം. കാരണം വേറൊരു കാര്യം കൂടി, CH-ലേക്ക് പോകണ്ട, മൂഡ് പോവും. SK, ക്വസ്റ്റ്യൻ ടു യു. നമ്മള് ഈ സീസൺ എസ്പെഷ്യലി ഒരു കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഒബ്വിയസ്ലി ഫിക്സ്ചർ കൺജഷൻ ഇസ് ദി ഒബ്വിയസ് ആൻസർ. നമ്മുടെ പ്ലെയർ ഫോം ആയിട്ട് വരുന്നു, എന്തോ സംഭവിക്കുന്നു, അത്യാവശ്യം നല്ലോണം കളിച്ചു വരുന്നു, ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞു തുടങ്ങുന്നു, ഇതാ വരുന്നു ഇഞ്ചുറി. ഇപ്പൊ ലേറ്റസ്റ്റ് വിക്ടിം അതില് കെപ്പയാണ്. കെപ്പ ഈ സാഗ്രബ് കളി കളിക്കുന്നില്ല, മേ ബി എ പ്രിക്കോഷൻ, ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? എല്ലാവരും ഇത്രയും ഇതായിരുന്നു. വാട്ട് ഈസ് സിറ്റി ഡൂയിങ് ദാൻ വാട്ട് ഈസ് സിറ്റി ഡൂയിങ് നമ്മൾ ചെയ്യാത്തതായിട്ടുള്ളത്? അതിനു മുമ്പ് ഫുട്ടി ഡോക്ക് പറയുന്നുണ്ട് ജോർഗിനിയോ ബീയിങ് എ സ്റ്റാർട്ടർ അറ്റ് ചെൽസി ഈസ് പുള്ളിംഗ് ബാക്ക്. പ്രോബബ്ലി ദാറ്റ് ഇസ് ട്രൂ. ഹിസ് പൊസിഷണൽ സെൻസ് ഇസ് പോർ ഈസ് റിഡിക്കുലസ്ലി റോങ്. പൊസിഷണൽ സെൻസ് ഇതിൽ കൂടുതൽ ഉള്ള ഒരു പ്ലെയർ വേറെയില്ല. കാൺ സ്മെൽ ഡേഞ്ചറും തെറ്റാണ്. കുഴപ്പം സ്മെല്ലും ഡേഞ്ചർ ചെയ്യുന്നുണ്ട്, പൊസിഷണൽ സെൻസ് അവയർനെസ്സും ഉണ്ട്. സ്പേസ് ഇല്ല, സ്പീഡ് ഇല്ല.
ഇത് ടാക്കിൾ ചെയ്യാൻ എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഭയങ്കര വൾണറബിൾ ആണ് ചെൽസി, എസ്പെഷ്യലി വിത്ത് ജോർഗിനിയോ ആൻഡ് നോ കണ്ടെ. അപ്പൊ അത് വളരെ വളരെ ഒബ്വിയസ് ആണ്. സോറി, കമ്മിങ് ബാക്ക് അഗൈൻ ടു യു ടോം, ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യായിരുന്നു. കെപ്പ ഇഞ്ചുറി ആയി, അതിനു മുമ്പ് കോവച്ചിച്ച് വൻ കളി കളിച്ചോണ്ട് കോവച്ചിച്ച് ഇഞ്ചുറി ആയി. റീസ് ജെയിംസ് തീ ഫോമിൽ, ഇതുവരെ ഇല്ലാത്ത ഫോമിൽ കളിച്ചപ്പോഴത്തേക്ക് അവനും പോയി. ഇഞ്ചുർഡ് ആവുന്നു. അതെ, എനിക്കറിയില്ല സത്യം പറഞ്ഞത്. ഇത് പുതിയതല്ല, ഇത് പഴയതിന്റെ കത്തി നിൽക്കുന്ന സമയത്താണ് അവന് ഒടുക്കത്തെ ഇഞ്ചുറി വന്നിട്ട് പോയത്. റൂബൻ ലോഫ്റ്റസ് ചീക്ക് പ്രീമിയർ ലീഗ് എടുത്ത് കൊണ്ടുപോകുന്നു പറയുമ്പോഴാണ് അവന് ഇഞ്ചുറി വന്നിട്ട് സാരിയുടെ സീസണിൽ പോയത്. ഭയങ്കര നമ്മുടെ മെഡിക്കൽ സ്റ്റാഫിന്റെ കുഴപ്പമാണോ, ലിവർപൂൾ ഇത് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോ എന്താവും സ്ഥിതി? ഓവർ വർക്ക്ഡ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഈവൻ ആസ്പെലിക്വറ്റ ഈസി ഫുള്ളി ഫിറ്റ്, അതുകൊണ്ടാണോ കളിപ്പിക്കാത്തത്? കോവച്ചിച്ച് പിന്നെ നമുക്ക് അറിയാം, ഒരു സീസണിൽ 20 മത്സരം, അതിൽ കൂടുതൽ കോവച്ചിന് തരാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ റീസ് ജെയിംസും അതെ, ഒരു ചെറിയ ഇഞ്ചുറി പ്രോൺ ബോഡി ആണോ എന്ന് എനിക്കൊരു സംശയമില്ലായില്ല. കാരണം ഇറ്റ്സ് ബിക്കമിങ് എ റെഗുലർ അക്വറൻസ്. നേരെ മറിച്ച് ലിവർപൂളിന്റെ വെർജിൽ വാൻ ഡൈക്ക്, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ്, ഇവരുടെയൊക്കെ മിനിറ്റ്സ് പെർ സീസൺ നോക്കുക, ഇറ്റ്സ് ഇൻക്രെഡിബിൾ. അതിന്റെ ഒന്നും ഒരു 58 to 70% പോലും നമ്മൾ എത്തുന്നില്ല നമ്മുടെ പ്ലേയേഴ്സ്. സോ വേർ ഇസ് ദിസ് ഇഷ്യൂ? ഇസ് ഇറ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഓർ ഇസ് ഇറ്റ്? കാരണം ലിവർപൂൾ ഈസ് ബീങ് ഓവർവർക്ക്ഡ്. അത്രയും ഓവർവർക്ക്ഡ് ആയിട്ട് പോലും നമുക്കിങ്ങനെ ലുക്ക് അറ്റ് റൂഡിഗർ കിടലായിട്ട് കളിച്ചു. സോ ഐ ഡോണ്ട് നോ. ഇതില് ഡു യു തിങ്ക് ഹെബാർ ഡു വി ലാക്ക് ലൈക്ക് എ സെക്കൻഡ് ടീം ദാറ്റ് കൻ വിൻ ദ ലീഗ് എന്ന് പറയുന്നില്ല, ഒരു ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് 4 അച്ചീവ് ചെയ്യാൻ പറ്റാത്ത, ഒരു ടോപ്പ് 6 ഒരു ടോപ്പ് 8 പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്കൻഡ് ടീം ഉള്ളത് കൊണ്ടിട്ടാണോ നമ്മൾ ഡെപ്ത് കുറഞ്ഞു പോയോ ഈ സീസണിൽ? ചില പൊസിഷൻസിൽ ഫോർ ഷുവർ മിഡ്ഫീൽഡ് ഇസ് എ ഹ്യൂജ് കൺസേൺ. അത് എല്ലായ്പ്പോഴും കഴിഞ്ഞ സീസൺ തന്നെ ഡെഡ് ലൈൻ ഡേ പോയിട്ട് വി ഗോട്ട് സൗൾ, അടുത്ത സീസൺ ഡെഡ് ലൈൻ ഡേ പോയി വി ഗോട്ട് നമ്മുടെ പേര് പോലെ ഞാൻ മറന്നു പോകുന്നുണ്ട്, സെക്രട്ടറി. ആളുടെ മുഖം കാണാൻ ഒരു അവസ്ഥയില്ല, ഒരു അവസരം കിട്ടിയില്ല, പേര് മറന്നു. സോ അതന്നെ, സോ വെൻ ഇറ്റ് ഇസ് സോ ഓബ്വിയസ് ദാറ്റ് മിഡ്ഫീൽഡ് ഇസ് ആൻ ഏരിയ, സ്ക്വാഡ് പ്ലാനിങ് ഓബ്വിയസ്ലി ഷുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അതും ടോഡ് ബോളിക്ക് അധികം പരിചയമില്ല, ഫുട്ബോളിനെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഹി വാസ് ഡൂയിങ് ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ജോബ്. ഐ തിങ്ക് ടുക്കലിന്റെ ഫ്രസ്ട്രേഷൻസ് ആർ വെരി എവിഡന്റ് ദർ. പക്ഷെ വെദർ ടുക്കൽ പുഷ്ഡ് ഫോർ എ മിഡ്ഫീൽഡർ, ഫ്രങ്കിയുടെ ഞങ്ങൾ നല്ലപോലെ ചേസ് ചെയ്തിരുന്നതാണ്. ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ഓബ്വിയസ്. PSG-ലും വേണ്ടിയിരുന്നു, ഹി വാണ്ടഡ് ഇറ്റ് ഇൻ ചെൽസി ഓൾസോ, ഡിഡ്ന്റ് ഹാപ്പൻ. ഐ തിങ്ക് ഫ്രങ്കിക്ക് ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെ ബാർസലോണയിൽ നിന്നാലേ പറ്റൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സോ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ആൻഡ് എന്താ പറയുക, ഈ എനിക്ക് ഓർമ്മ വരുന്നത്, ഐ തിങ്ക് ഐ ഹവ് സെഡ് ദിസ് ഓൺ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓൾസോ, ഒരു 2008-2009 ടൈം ആർസനൽ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫൺ ടീംസ് ടു വാച്ച്. അടിപൊളിയായിരുന്നു കാണാൻ. ദേ പ്ലേഡ് വെരി സിൽക്കി ഫുട്ബോൾ, ബട്ട് ദേ നെവർ വൺ എ ലീഗ് ബിക്കോസ് മിഡ്ഫീൽഡ് സ്റ്റീൽ എന്നൊരു സാധനം ഉണ്ടാകുന്നില്ല. ഐ തിങ്ക് ദേ വർ പ്ലേയിങ് ഡെനിൽസൺ, ഫാബ്രിഗാസും മൾട്ടിപ്പിൾ അതർ പ്ലേയേഴ്സ്, പേര് അവർക്ക് ഓർമ്മ വരുന്നില്ല, ബട്ട് നോ വൺ വാസ് ഗുഡ് ഇനഫ് ടു ബി എ ലീഗ് വിന്നിംഗ് ടീം. ഗിൽബർട്ടോ പോയി കഴിഞ്ഞിട്ട് ദേ സ്ട്രഗിൾഡ് മേജർലി. I think Chelsea is going through a similar. Jorginho is amazing in European football. ആ ഒരു pace of the game കുറച്ച് സ്ലോ ആകുമ്പോൾ I think he's one of the best at controlling the pace of games. Kovacic is a world-class player but plays 20 games a season. SK Bro I think had shown some stats. I think going forward Chelsea's chance creation കുറച്ച് stats ഉണ്ട് കയ്യിൽ, but for this question at least we should have addressed midfield backup and right wing back. Kyle Walker-Peters നോക്കി, I think we looked at multiple other players, പക്ഷെ കുറേ പേര് യൂത്തന്മാർ വരാനുണ്ട്. വൈ ഡു വി നീഡ് ബാക്കപ്പ്, റീസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ റീസ് പോയപ്പോൾ ഐ തിങ്ക് ആർ ക്രിയേറ്റിവിറ്റി ഓൺ ദാറ്റ് സൈഡ് ഇസ് ലൈക്ക് നിൽ. സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ജാനുവരി ഹോപ്പ്ഫുള്ളി എഡ്സൺ ആൽവറസ് ഓർ ഇൻ ദ സമ്മർ ഡെക്ലൻ റൈസോ ബെൻ നാസറോ ആരെങ്കിലൊക്കെ വരുന്നൊരു പ്രതീക്ഷ. എഡ്സൺ ആൽവറസ് പറയണ്ടായെന്ന് തോന്നുന്നു, എത്ര റെപ്യൂട്ടഡ് സോഴ്സ് ആണെന്ന് അറിയില്ല, ദാറ്റ് ഹി റിയലി വാണ്ടഡ് ദാറ്റ് ട്രാൻസ്ഫർ ടു ഹാപ്പൻ സമ്മറിൽ ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ജാനുവരി എന്നുള്ളത്. I mean, need of the hour, Ajit, if I ask you, midfield backup ആണോ അല്ലെങ്കിൽ ഒരു റീസ് ജെയിംസ് ബാക്കപ്പ് ആണോ? ബിക്കോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റീസ് ജെയിംസ് എന്ന് പറഞ്ഞൊരു ഒറ്റ മനുഷ്യൻ കാരണമാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവണേ. ഒരുത്തനെ ഇവിടെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുമ്പോൾ അവന്റെ ഒറിജിനൽ പൊസിഷനിൽ കളിക്കാൻ വേറൊരുത്തനെ ഔട്ട് ഓഫ് പൊസിഷനിൽ വലിച്ചിടാണ്. യു തിങ്ക് റൈറ്റ് ബാക്ക് റൈറ്റ് വിങ് ബാക്ക് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മിഡ്ഫീൽഡ് at the moment? I think midfield തന്നെയാണ് ഇമ്പോർട്ടന്റ്. കാരണം നമുക്ക് ഇപ്പൊ കണ്ടിട്ടുണ്ട് കോവസിച്ച് ആൻഡ് കാണ്ടെ ഇല്ലാത്ത കളി ജോർജിനോ ഏതെങ്കിലും ഒരു മിഡ്ഫീൽഡറിന്റെ കൂടെ കളിക്കും. ആൻഡ് ഐ ഫീൽ വി ഡോണ്ട് പ്രോഗ്രസ് ദ ബോൾ വെൽ ആൻഡ് നമുക്ക് വി ഡോണ്ട് ഹാവ് മിഡ്ഫീൽഡേഴ്സ് ഹൂ ടേക്ക് എ ചാൻസ് ആൻഡ് പാസ് ദ ബോൾ ഫോർവേഡ്. മീൻസ് പാസ് മിസ്സായാൽ പോലും if it is a good pass they don't make those passes. അങ്ങനത്തെ ഒരു പാസിംഗ് ഇല്ല. If you see look at City, they have brilliant
passing. Like Gundogan is a good passer. Bernardo Silva is a good passer. Even Kevin De Bruyne, like he's a like bar കുറച്ച് high ആണ്, പക്ഷെ അത്രയ്ക്കും ഇല്ലെങ്കിലും we need some kind of a good passer in the midfield. അങ്ങനെ നോക്കുമ്പോൾ definitely midfield backup is priority. And right wing back, I think നമുക്ക് ലിവറമെന്റോനെ ബൈ ബാക്ക് ചെയ്താൽ പോരെ if he is fit enough. അതായത് ACL ഇഞ്ചറിന്ന് I think റിക്കവർ ആയി വന്നു. I'm not sure if he's recovered yet. പക്ഷേ if he's fit enough, I think we should go for him. We have a buyback, and if he's ready to come, that is, then definitely റീസിന്റെ ബാക്കപ്പ് ആണ്. കാരണം പറഞ്ഞ പോലെ നമുക്ക് റീസ് ഇല്ലാത്തപ്പോൾ ഉള്ള കളി ഇപ്പൊ തന്നെ കാണാം, വളരെ ശോകമാണ്. ആൻഡ് റീസ് മൊത്തത്തിൽ ലൈക്ക് റീസ് മൂവ്സ് ആൻഡ് ഹി crosses the ball, he knows. And നേരത്തെ പറഞ്ഞ പോലെ RLC if he plays like a right wing back, ആ പൊസിഷനിൽ ഒരു പ്ലെയർ തിരിച്ചു പോയാൽ RLC നോക്കി നിൽക്കുള്ളൂ. ഐ മീൻ ചേസ് ചെയ്യും, പക്ഷെ he'll be back pedaling. അങ്ങനെ നോക്കുമ്പോൾ we need a player who is fast and who's young and who can play a role as a backup. യെസ്. അപ്പോ റൈറ്റ് ബാക്ക് RLC, ഐ മീൻ അജിത്ത് ആക്ച്വലി രണ്ട് സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, മിഡ്ഫീൽഡും വേണം റൈറ്റ് ബാക്കും വേണം എന്ന് തന്നെ അവസാനം പറയേണ്ടി വന്ന പോലെയായി. ആൻഡ് യു ഓൾസോ സെഡ് ദാറ്റ് റീസ് ജെയിംസ് ഇസ് കറന്റ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയർ. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലെയർ റീസ് ജെയിംസ് ആണെന്നും പറഞ്ഞു. ബട്ട് ഹെബർ, ഡു യു തിങ്ക് അങ്ങനെ പറയുമ്പോൾ ഡു യു തിങ്ക് ഇറ്റ്സ് എ സിസ്റ്റം പ്രോബ്ലം? കാരണം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലെയർ റൈറ്റ് വിങ് ബാക്ക് കളിക്കുന്ന പ്ലെയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെന്തോ ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരു പ്രശ്നമില്ലേ ശരിക്കും? കുറച്ച് സ്റ്റാറ്റ്സ് ഉണ്ട് കാണിക്കാൻ. സോ ഐ തിങ്ക് ഫസ്റ്റ് നമ്പർ നമ്മൾ ഐ തിങ്ക് പോട്ടർ വരുമ്പോൾ തന്നെ ഒരു കൺസേൺ വോയിസ് ചെയ്തിരുന്നത് ബ്രൈറ്റൺ ഇൻ ദ മീഡിയ വാസ് സെറ്റ് ടു ബി എ വെരി എന്റർടൈനിങ് ടീം, വിച്ച് ഇസ് ട്രൂ. പക്ഷെ അവരുടെ ഓപ്പൺ പ്ലേ ചാൻസ് ക്രിയേഷൻ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു ടീം തന്നെയാണ്. നമുക്ക് ഓർമ്മ വരുന്നത് ദർ മാച്ചസ് അഗൈൻസ്റ്റ് ദ ബിഗ്ഗസ്റ്റ് ടീം സച്ച് ആസ് ലിവർപൂൾ ആൻഡ് സിറ്റി വേർ they obviously overperform. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് if you look at them week in week out കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാകും in terms of chance creation. And Tom, just ഒരു ഗസ് ചെയ്ത് നോക്കൂ, can you guess where which position Chelsea is in this season for big chances created? ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ലീഗ് പൊസിഷൻ വെച്ച് എവിടെ ആയിരിക്കും എന്ന് ഗസ് ചെയ്ത് നോക്കൂ ഔട്ട് ഓഫ് 20. When you said that, എനിക്ക് ആകെ I can imagine Kai Havertz missing sitters. അപ്പോ I want to say it's kind of high, ബട്ട് ജഡ്ജിങ് ബൈ യുവർ ടോൺ അത്രക്കൊന്നും ഉണ്ടാവില്ല. സ്ക്രീൻ കാണാനുണ്ടോ? യെസ്, കാണാം. ചെൽസി ഈസ് 12th ഇൻ ദ ലീഗ് ഫോർ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ്. അതായത് ഈവൻ ടീംസ് ലൈക്ക് ലീഡ്സ് വിച്ച് ഇസ് എന്താ പറയുക സ്ട്രഗ്ലിംഗ് ബിഗ് ടൈം, ലെസ്റ്റർ സിറ്റി വിച്ച് വാസ് 20th ഇൻ ദ ലീഗ് ഹാവ് ക്രിയേറ്റഡ് മോർ ചാൻസസ് ഓർ ഓൾമോസ്റ്റ് ആസ് മെനി ചാൻസസ് വി ഹാവ്. എന്തൊക്കെ പറഞ്ഞാലും even if you say stats don't make sense, over a long period these numbers will revert to average എന്നാണ് പൊതുവെ ഒരു ഇത്. അപ്പോൾ ചെൽസിയുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ ഓഫ് പ്ലേ ഇസ് നോട്ട് സസ്റ്റൈനബിൾ ഇൻ ടേംസ് ഓഫ് ക്രിയേഷൻ ഓഫ് ബിഗ് ചാൻസസ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് അനദർ മെട്രിക്, ഒറ്റ സെക്കൻഡ് നോക്കാം, എക്സ്പെക്ടഡ് ഗോൾസ് അഗൈൻ. അതും എക്സ്പെക്ടഡ് ഗോൾസ് നോക്കുമ്പോൾ ഐ തിങ്ക് എർലിംഗ് ഹാലൻഡിന്റെ ഇമ്പാക്ട് യു ക്യാൻ വെരി ക്ലിയർലി സീ. എക്സ്പെക്ടഡ് ഗോൾസ് 24.4, അടിച്ചിരിക്കുന്നത് 37 ഗോളാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഓവർ പെർഫോമൻസ് എർലിംഗ് ഹാലൻഡ് ഷോയിങ് അറ്റ് മാൻ സിറ്റി. അത് ഒറ്റ പ്ലെയറിന് ഇമ്പാക്ട് ആണെന്നല്ല പറയുന്നത്. ആൻഡ് ദെൻ യു ക്യാൻ ഒബ്വിയസ്ലി സീ അതർ ടീംസ് പോപ്പിംഗ് അപ്പ്. ന്യൂകാസിൽ യുണൈറ്റഡ് ഗ്രേറ്റ് സ്റ്റാർട്ട് ഓഫ് ദ സീസൺ, അണ്ടർലൈങ് നമ്പേഴ്സിലും വൃത്തി കാണാനുണ്ട്. ആൻഡ് ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഷെയറിങ്. അപ്പോൾ എനി ടീം കനോട്ട്, ഇപ്പോൾ എത്ര കളിയായി? ഐ തിങ്ക് ഹൗ മെനി ഗെയിംസ് ഹാവ് യു പ്ലേഡ് ഇൻ ദ ലീഗ്? ആക്ച്വലി ആ സ്ക്രീനിൽ ചെൽസിയുടെ കൂടി കാണിച്ചത് നല്ലതായിരിക്കും. ഞാൻ കണ്ട് ഓഡിയൻസിന് ഡെസ്പാക്കണ്ടെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഒറ്റ സെക്കൻഡ് എന്താ, ലെറ്റ് മീ, ഞാൻ പൊസിഷൻ പറയാം, ഷെയർ ചെയ്യാൻ കുറച്ച് സമയം. എക്സ്പെക്ടഡ് ഗോൾ ചെൽസി ഈസ് 13th. സോ ഇഫ് യു ലുക്ക് അറ്റ് ആർ അണ്ടർലൈങ് നമ്പേഴ്സ്, ഇപ്പോൾ ഒരു മിഡ് സീസൺ ടീമിന്റെ പെർഫോമൻസാണ് കാണിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഇൻ ആർ അണ്ടർലൈങ് നമ്പേഴ്സ്. അപ്പോൾ വെരി ഏർലി ടു ഏർലി ഇൻ പോട്ടേഴ്സ് റെയിൻ ടു സേ ഹീസ് ഡൂയിങ് തിങ്സ് റോങ്. പക്ഷെ ഓബ്വിയസ്ലി ഒരു ഓവർ എൻഡ് ഓഫ് ദ സീസൺ ഇഫ് യു ആർ എയിമിങ് എന്താ പറയുക ടു ഫിനിഷ് അറ്റ്ലീസ്റ്റ് ഇൻ ദ ടോപ്പ് 4, ദർ ഹാസ് ടു ബി എ ഹ്യൂജ് ഇംപ്രൂവ്മെന്റ്. അത് ഈ സീസൺ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ടോപ്പ് 4 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഹാസ് ടു ബി എ ഹ്യൂജ് ഇംപ്രൂവ്മെന്റ്. ന്യൂകാസിലേക്ക് ഇപ്പോൾ കളിക്കുന്ന കളി കൊണ്ട് കൊതിയായി പോവാണ്. ദേ ഹാവ് സോ മെനി ഓപ്ഷൻസ് ഇൻ അറ്റാക്ക്. ആസ് ഇൻ അൽമിറോന്റെ 1v1 ക്വാളിറ്റി ഉണ്ട്. ഗുമാറസ് ഐ തിങ്ക് അറ്റ് ടൈംസ് പ്ലേസ് ആസ് ദ ഡീപ്പസ്റ്റ് മിഡ്ഫീൽഡർ ബട്ട് ഓൾസോ വൺ ഓഫ് ദർ മോസ്റ്റ് ക്രിയേറ്റീവ് പ്ലേയേഴ്സ്. സിറ്റി ഹാസ്, അതും ഐ ക്യാൻ ഗിവ് വൺ എക്സാമ്പിൾ. ഈ ആർസണൽ കളി ലാസ്റ്റ് അത് ഗോൾ ആവാത്തൊരു ചാൻസ് ആണ്. ദ ബോൾ കെയിം ടു ഒഡേഗാർഡ്
and he had multiple options. I think he could have passed out to the wing. തൊട്ടടുത്ത് ചാക്കി ഉണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഹി ചോസ് ദ ടഫസ്റ്റ് പാസ്. ഒരു ഔട്ട് അറൌണ്ട് ദ ഡിഫൻഡർ ഒരു ത്രൂ ബോൾ ഇട്ട് ഇറ്റ് എൻഡഡ് അപ്പ് ഗെറ്റിംഗ് സേവ്ഡ്. നമ്മുടെ ഇഫ് ഇറ്റ് വാസ് ആർ ടീം, ഐ തിങ്ക് കായ് വുഡ് ഹാവ് പാസ് ടു ചിൽവെൽ, ഇല്ലെങ്കിൽ മൗണ്ട് വുഡ് ഹാവ് പാസ്ഡ് ഔട്ട് വൈഡ്. ഈ പ്ലേയേഴ്സിനെ കുറ്റം പറയില്ല, ബട്ട് ആ ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഇൻ ആർ ടീം ആസ് വെൽ. ബട്ട് നമ്പേഴ്സ് ആർ ഡിസപ്പോയിന്റിങ്. ഹോപ്പ്ഫുള്ളി പൂന്തോറും ദീസ് വിൽ ഇംപ്രൂവ്. റൈറ്റ്. അപ്പോ SKയിലേക്ക് തിരിച്ചു വരികയാണ്. നെഗറ്റിവിറ്റി പറഞ്ഞ നമ്മളുടെ എല്ലാവരുടെ മുഖം തന്നെ വാടിയിട്ടിരിക്കുകയാണ്. പോസിറ്റീവ്ലി, വാട്ട് ഡു യു തിങ്ക് ഇസ് എ റിയലിസ്റ്റിക് പൊസിഷൻ ടു ഫിനിഷ് ദ സീസൺ ഇറ്റ്, കൺസിഡറിംഗ് ദ വേൾഡ് കപ്പ് ഓൾസോ? ഐ തിങ്ക് വേൾഡ് കപ്പ് കഴിഞ്ഞ സത്യം പറഞ്ഞാൽ മൊത്തം താറുമാറാവുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ലോട്ട് ഓഫ് പ്ലേയേഴ്സ്, അവരുടെ ഫിറ്റ്നസ്, അവരുടെ അവൈലബിലിറ്റി വിൽ ചേഞ്ച് ദി എൻറ്റയർ തിങ്. ആൻഡ് സത്യം പറയട്ടെ, പോട്ടറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല ഇവരുടെ കൂടെ ഇരിക്കാനും കളിക്കാനും. സംഹൗ ടൂക്കൽ കേം ആൻഡ് മാനേജ് ദി എൻറ്റയർ മെന്റാലിറ്റി നമ്മൾ യൂസ് ചെയ്യാൻ അടുപ്പിച്ചു. എനിക്ക് പോട്ടറിന്റെ ഇൻകൺസിസ്റ്റന്റ് സ്റ്റാർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം വേറെ ഒന്നുമല്ല, സാരിയും ലാംപാർഡും ടൂക്കലും എല്ലാവരും തകർത്തു തുടങ്ങി. പിന്നീട് ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ മോശമായിരുന്നു. അതിനേക്കാളും ഭേദം മോശമായിട്ട് തുടങ്ങട്ടെ. ആ മോശമായിട്ട് തുടങ്ങുന്ന ആ ഫിലോസഫി ഒന്ന് ഇംബൈബായി വരുന്നു എന്നുള്ളതിന്റെ ഒരു കാഴ്ചയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ വേർട്ടിക്കാലിറ്റിയാണ്. നമ്മൾ വേർട്ടിക്കലായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ വിച്ച് ഇസ് എ ഗുഡ് തിങ്. അത് ഇനി മുന്നോട്ട് റെഗുലറായിട്ട് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരത്തിൽ ആരോ ട്വിറ്റർ കമന്റിൽ പറയണ്ടായിരുന്നു, നമ്മുടെ കാലിൽ ബോൾ ഉള്ളപ്പോൾ ഐ ഫീൽ ബെറ്റർ. കാരണം അറ്റ്ലീസ്റ്റ് വി സി സംബഡി ട്രൈങ് ടു മേക്ക് സംതിങ് വിച്ച് ഇസ് എ പ്രോസസ് ഓഫ് എന്താ പറയുക ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ്. ടെൻ ഹാഗ് ഹാഡ് ദ സെയിം ഇഷ്യൂ വിത്ത് ദ യുണൈറ്റഡ്. സോ കുറച്ചൊരു സ്റ്റട്ടറിങ് സ്റ്റാർട്ട് ഇസ് മച്ച് ബെറ്റർ ദാൻ എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് ആൻഡ് ദെൻ എന്താ പറയുക നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആർ സ്കൈ ഹൈ. So I think top 4 is still doable എന്നാണ് എൻ്റെ ഒരു മനസ്സ്. SK Bro പറഞ്ഞ I think one other thing we've improved on is counter press നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടൂക്കലിന്റെ അടിയിൽ I think we were again ഒരു മിഡ് ടീം underlying numbers ആയിരുന്നു, but we are now just below Leeds and City, which is a huge improvement. as in കുറച്ച് ബുദ്ധിമുട്ടിയിരുന്ന ഒരു ഏരിയ ആയിരുന്നു winning the ball back. I think SK Bro has pointed that out in other videos as well. നല്ലപോലെ we are improving on that aspect as well. പിന്നെ പുതിയൊരു കോച്ചാണ്, obviously ഈ സിസ്റ്റം പ്ലേയേഴ്സിനൊക്കെ ഒന്ന് മനസ്സിലാവാൻ, for him to figure out who all he needs will take time. അപ്പോൾ ഒരു ഈ സീസൺ ഞാൻ എഴുതി തള്ളാണെന്ന് തന്നെ പറയാം. അടുത്ത സീസൺ മുതൽ once he has a couple of transfer windows, I think we'll get to see the real എന്താ പറയുക പോട്ടർ ബോൾ വൃത്തി കാണാൻ പറ്റും. റൈറ്റ്. ഇവിടെ കമന്റ്സിൽ സക്കറിയൻ അപ്ഡേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സക്കറിയൻ ഐ തിങ്ക് ഇസ് ദി റഷ്യൻ മിഡ്ഫീൽഡർ ഹു ഫെയിൽ ട്രാൻസ്ഫർ അല്ലേ? അയാളാണെന്ന് തോന്നുന്നു. അയാളെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ സക്കറിയനെ പറ്റിയിട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്. മാറ്റ്ലോ പറഞ്ഞായിരുന്നു ദാറ്റ് സക്കറിയ വാസ് ആൻ ആക്ച്വൽ ലാസ്റ്റ് മിനിറ്റ് മൂവ് ബൈ ടൂക്കൽ. കാരണം ഒട്ടും ഡെപ്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ കണ്ട പേര് ഏതാണ്ട് സൈൻ ചെയ്ത പോലെയാണ്. ടോഡ് ബോളിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബട്ട് ഹി വാസ് ദെയർ ഫോർ എ ലോണിന് അവൈലബിൾ ആയി കിട്ടിയത് കൊണ്ട് മാത്രം ആണ് സക്കറിയ ചെൽസിയിൽ ഇപ്പോൾ ഉള്ളത്. അജിത്, നാളെയെങ്കിലും ഈ ആജാനബാഹുവിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ നമുക്ക് ഫീൽഡിൽ? ബിക്കോസ് ഇഫ് ഹി ഡസന്റ് പ്ലേ ടുമോറോ ഹി മൈറ്റ് ആസ് വെൽ റിട്ടയർ അല്ലേ? ബിക്കോസ് നാളത്തെ കളിയിൽ ഐ തിങ്ക് നമ്മൾ ചെൽസിക്കാരന് വേണ്ടി കളിക്കാം സാഗ്രബായിട്ട്. ബിക്കോസ് ഇറ്റ് ഡസന്റ് മാറ്റർ, വി ആർ സ്റ്റിൽ ടോപ്പ് ഓഫ് ദ ഗ്രൂപ്പ്. നാളെ കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കോവസിച്ച് ഹാസൻ ട്രാവൽഡ്, ഐ തിങ്ക് മീൻ ട്രാവൽഡ് അല്ലല്ലോ, നമ്മുടെ ഹോമിലാണല്ലോ. ബട്ട് ഹി ഡിഡ്ന്റ് ട്രെയിൻ കോവസിച്ച് ആൻഡ് സമൺ എൽസ്, കൂലിബാല. ഓക്കെ സോ അങ്ങനെ നോക്കുമ്പോൾ മേ ബി ഒരു സ്ലൈറ്റ് ചാൻസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് പോട്ടർ മൈറ്റ് ആസ് വെൽ ട്രൈ ഹിം. വൈ നോട്ട്? ബിക്കോസ് എനിവേ ഇഫ് ഹി ലൂസ് ദിസ് ഗെയിം ദെർ ആർ നോ കോൺസിക്വൻസസ്. യെസ്, വി വാണ്ട് ടു വിൻ and we should be winning also. കാരണം നമ്മൾ ഫസ്റ്റ് ഗെയിം അവരോട് തോറ്റ നാണക്കേടെ ഒരു തോൽവിയായിരുന്നു, അവിടെ പോയി തോറ്റത്. ബട്ട് ഐ തിങ്ക് വി ഷുഡ് ട്രൈ ഹിം. ആൻഡ് you said about retiring, I think it's too soon. He's a good player. യുവന്റസിലെ പോലത്തെ ഒരു ക്ലബില് he didn't get minutes over there, പക്ഷേ he could go to some other club and play. And I hope maybe he could be a solution, കാരണം നമുക്കിപ്പോ DM പൊസിഷനിൽ കളിക്കാൻ ജോർജിനോട് കൂടെ I feel RLCയും ആ മിഡ്ഫീൽഡ് പൊസിഷനിൽ അത്ര കംഫർട്ടബിൾ അല്ല. Now he's playing well, but ഒരു കൺസിസ്റ്റൻസി കാണുന്ന വരെ I won't be convinced. So maybe might as well try him and see
and let's see if he can bring some stability to the defense. ഇപ്പോൾ ഡിഫൻസും ഷോക്കാണ്, അറ്റാക്കും ഷോക്കാണ്. അറ്റ്ലീസ്റ്റ് ഡിഫൻസ് എങ്കിലും സ്റ്റേബിൾ ആയതിനു ശേഷം അറ്റാക്കിലേക്ക് വി ക്യാൻ പ്രോഗ്രസ് എന്നൊരു ഷട്ട് അപ്പ് ഷോപ്പ് ഫസ്റ്റ് ബിഫോർ വി സ്റ്റാർട്ട് സ്കോറിംഗ്. Nice. So I think nammal just before I move on to the other topic, it's a very fun, interesting thing actually. കാരണം നാളത്തെ കളി after I think so long Chelsea ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു കോൺസിക്വൻസും ഇല്ലാത്ത ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ച്. കാരണം നമ്മൾ കഴിഞ്ഞ മാച്ച് ഡേ 5 തന്നെ നമ്മൾ തീർത്തു ഗ്രൂപ്പ് വിന്നേഴ്സ്. എനിക്ക് ഓർമ്മ പോലും ഇല്ല അങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചത്. ആൻഡ് എസ്പെഷ്യലി നമ്മൾ എങ്ങനെയാ തുടങ്ങിയ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഇറ്റ്സ് അൺബിലീവബിൾ. സോ ലെറ്റ്സ് ഓൾ 4 of us build the team for tomorrow. Starting lineup. Let's start with the goalkeeper as usual. I think it's pretty obvious. Mendy. അതിൽ വേറെ ചർച്ചയൊന്നുമില്ല ബിക്കോസ് കെപ്പ ഇസ് ഇൻജേർഡ്, ഹി ഈസ് നോട്ട് ട്രെയിനിങ്. അപ്പോൾ മെൻഡി ഓൾ ഡിസൈഡഡ്. ബെറ്റിനലി എനി ഔട്ട്സൈഡ് ചാൻസ് ഹെബർ? എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് മെൻഡി കുറേ കാലം കളിക്കാണ്ട് ഹീസ് ഏൺഡ് ഹിസ് സ്പോട്ട് ബാക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി വിൽ സ്റ്റാർട്ട്. റൈറ്റ്. സോ ഇനി അടുത്ത ഏറ്റവും $1 million ക്വസ്റ്റ്യൻ, കാരണം അത് വെച്ചിട്ടായിരിക്കും ബാക്കി ബിൽഡ് ചെയ്യേണ്ടത്. ബാക്ക് 4 or back 3? Back 3 തന്നെ ആവാനാ ചാൻസ് ഉള്ളൂ. I don't think we're going to shift into a back 4 just like Back that. 3. So the back 3 will probably be having Chalobah എന്തായാലും ഉണ്ടാവും because he's young, he can play. 2-3 കളി ഒരാഴ്ച കളിച്ചാലും വലിയ തെറ്റില്ല. But Thiago Silva is rested അല്ലേ before the Arsenal game? Should be. Arsenal game വരുന്നുണ്ട്, huge game. അത് കഴിഞ്ഞിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് FA കപ്പ് വരുന്നുണ്ട്, another huge game. So he should be rested. Koulibaly is in contention എന്ന് പറയുന്നു. Koulibaly is in contention, but is he ready to start? I don't think ഈ പറഞ്ഞ പോലെ വലിയ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിലും ഐ തിങ്ക് ഹി ഷുഡ് സ്റ്റാർട്ട്. കാരണം ഒരു വൈഡ് പ്രഡിക്ഷൻ പറയട്ടെ. ചാലബ സെന്റർ ബാക്ക്, റൈറ്റ് സെന്റർ ബാക്ക് അറ്റ് ആസ്പിലക്വേറ്റ, മേ ബി കുക്കുറയ. And usually you get these kind of stuff right, so I wouldn't bet against that. ഈ പറഞ്ഞ പോലെ കുലിബാലിയുടെ കണ്ടീഷൻ നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് കുലിബാലിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് മിനിറ്റ്സ് കൊടുക്കുന്നു തോന്നുന്നു, വേറെ ഒന്നുമല്ല, ടു ബി പ്രിപ്പയർഡ് ഫോർ ആർസണൽ ഗെയിം. Yeah, correct. Appo but I am still going for Koulibaly as a starter. So angane kitte. Ini I feel Cucurella starting as LCB and Chilwell playing as wing back, ആ കോമ്പിനേഷൻ ഇതുവരെ വർക്ക് ആയിട്ടില്ല. ലൈക്ക് ഐ ഫീൽ അതെന്തോ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ചിലപ്പോ കോമ്പിനേഷൻസ് വർക്ക് ആകുമോ എന്ന് നോക്കണം. നമ്മൾ പ്രീമിയർ ലീഗിലാണ്, ഇതേപോലത്തെ കളികളൊന്നും ടെസ്റ്റ് അടിക്കില്ല. ഹോപ്പ്ഫുള്ളി അതെ, പ്രീമിയർ ലീഗിലാണ് നമ്മുടെ എക്സ്പെരിമെന്റ് മുഴുവനും. അതെ, ഹോപ്പ്ഫുള്ളി അജിത്ത് പറഞ്ഞ പോലെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റട്ടെ. ബിക്കോസ് ഐ റിമെമ്പർ തോമസ് ടൂക്കിൽ ടെല്ലിംഗ് ദ പ്രസ് ദാറ്റ് അവര് മേ ബി ഇൻ ബാക്ക് 5 ദേ ക്യാൻ പ്ലേ ടുഗദർ. ബാക്ക് 4 ആണെങ്കിൽ ദേ ആർ ഇൻ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത്. അപ്പോ ഐ തിങ്ക് ഈവൻ ചിൽവെൽ ഇസ് എന്താ പറയാ ഡെസ്പറേറ്റ് നീഡ് ഫോർ മിനിറ്റ്സ്. അപ്പോൾ ഐ വുഡന്റ് റൂൾ against Chilwell playing left wing back. Right wing back ആരായിരിക്കും അപ്പോൾ? RLC തന്നെ അല്ല, സക്രിയൻ RLC ആയിരിക്കില്ലേ മിഡ്ഫീൽഡ് കോംബോ, കാരണം ജോർഗിനിയോ അവൈലബിൾ ആണ്. പക്ഷേ റൈറ്റ് വിംഗ് ബാക്ക് ആര് കളിക്കും? ഒമാരി ഹച്ചിൻസൺ രജിസ്റ്റേർഡ് അല്ലോ. രജിസ്റ്റേർഡ് അല്ലോ. RLC no option there. അല്ലെങ്കിൽ unless somebody from the academy steps up. പക്ഷെ അങ്ങനെ ആരും ഇല്ല തോന്നുന്നു. ഓക്കെ, മൂവിങ് ഫോർവേഡ്, അത് we'll leave that to Graham Potter. മിഡ്ഫീൽഡ് പിവറ്റ് രണ്ടുപേര്, ജോർജിനോ സക്കറിയ for me as well. കാരണം സക്കറിയനെ ഇനി കണ്ടേ പറ്റൂ. And finally front 3. Front 3 I want to see Chukwuemeka, but എന്തൊക്കെയോ റിപ്പോർട്ട്സ് പറയുന്നത് that he trained alone. Yes. So I don't think that's happening. എന്താ പറ്റിയെന്ന് അറിയില്ല. But I want to see Chukwuemeka, Broya and ZH വെറുതെ കളിക്കട്ടെ. Maybe Pulisic, ZH and Broya. ഞാൻ എന്താ സെയിം പറയാൻ വരുന്നു. Pulisic ലെഫ്റ്റ് വിങ്, ZH റൈറ്റ് വിങ്, ബ്രോയ ഫ്രണ്ട്. All right, so ഈ പറഞ്ഞ പോലെ ഹാവേർട്സിനെയും ഇൻജേർഡ് ആക്കണ്ട ആർസണലോടെ കളിയില്ല. നമുക്കിപ്പോ ആകെ കൂടി പറയാൻ പറ്റുന്ന റെഗുലർ സ്റ്റാർട്ടേഴ്സിനെ എല്ലാരും വീട്ടിലിരുത്തി കളി കാണിക്കുക. തിയാഗോ സിൽവ കളി കാണേ വേണ്ടെന്ന് പറയാം, കിടന്ന് ഉറങ്ങട്ടെ.
ആർസണലിന് വേണ്ടി എല്ലാവരും തിരിച്ചു. രാത്രിയല്ലേ, നമുക്കല്ലേ ഇവിടെ കുഴപ്പം. എന്തെങ്കിലും ആയിട്ടെ, കളിക്കാതിരുന്നാ മതി. ഇനി മൂവിങ് ഫോർവേഡ്, വി വർ ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് ബിഫോർ ദ സ്ട്രീം വി വർ ടോക്കിംഗ് അബൌട്ട് ഹൗ നമ്മുടെ ജോർജ് വർഗീസ്, നമ്മുടെ എക്സ്കോം മെമ്പർ ആണ്, അവൻ എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്കും ടോം ബ്രോ ഇന്ന കുറച്ച് ടോപ്പിക്സ് ഫോർ ഡിസ്കഷൻ എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ചവെപ്പ് പോലെ കുറെ സാധനങ്ങൾ ഇങ്ങനെ എഴുതി തന്നു. അപ്പാരന്റ്ലി മാറ്റിലോടെ പോഡ്കാസ്റ്റിൽ നിന്ന് മച്ചാൻ കുറെ ചീന്തിയെടുത്ത കുറെ കാര്യങ്ങളാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തേക്കുന്നത് നമ്മളുടെ ഓഫ് ദ ഫീൽഡ് ഈ കഴിഞ്ഞിടക്ക് ഉണ്ടായിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്സ് ആണ്. നമ്മള് 1 2 3 4 പേരെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ചെൽസി ഫുട്ബോൾ ക്ലബിലേക്ക് പല പല റോൾസിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിരിക്കുന്നത്. അവരുടെ പേരും അവരുടെ ജോബ് റോൾസും അല്ലാതെ അവരെ ഇൻഫാക്ട് എന്താണ് ചെയ്യണമെന്നുള്ളതിന് ഇച്ചിരി ക്ലാരിറ്റി ആയിട്ടുണ്ട്. സോ ഐ തിങ്ക് എവറിബഡി ഷുഡ് ബി നോയിങ്. കാരണം നമ്മൾ ഇത്രയും നാൾ ഇറ്റ് വാസ് റോമൻ അബ്രാമോവിച്ച്, മറീന ഗ്രാനോസ്കായ, പെട്ര ചെക്ക് ടുവേർഡ്സ് ദി എൻഡ്. ആ ഒരു 3 പേരുടെ പേര്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇടക്ക് വരുന്നു പോകുന്ന സിഇഒസ്, ബ്രൂസ് ബക്ക്, അങ്ങനത്തെ പേരുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അവർക്ക് പല പല റോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇതിപ്പോ ഒരു മൾട്ടിനാഷണൽ കമ്പനി പോലെ ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ലോറൻസ് സ്റ്റുവർട്ട് ആണ് നമ്മുടെ ടെക്നിക്കൽ ഡയറക്ടർ. പുള്ളി ഐ തിങ്ക് ഹീസ് ദ വൺ ഹൂ വി സൈൻ ഫ്രം ലൈപ്സിഗ് അല്ലേ, റെഡ് ബുൾ ഗ്രൂപ്പിൽ നിന്ന് സൈൻ ചെയ്ത ആളാണെന്ന് തോന്നുന്നു ലോറൻസ്. സോ ഹീൽ ബി ഇൻ ചാർജ് ഓഫ് ദ മൾട്ടി ക്ലബ് മോഡൽ ദാറ്റ് ടോഡ് ബോളി വാസ് ടോക്കിംഗ് അബൌട്ട്. കാരണം അതാണ് വേ ഫോർവേഡ്. ബോസ് പറയണ അതാണെങ്കിൽ നമുക്ക് വേറെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. സോ ലോറൻസ് സ്റ്റുവർട്ട് വിൽ ബി ഹെഡിങ് ദ ചെൽസി ഗ്ലോബൽ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പോയിന്റ് ചെയ്ത ആളുടെ പേരാണ് ക്രിസ്റ്റഫർ വിവൽ. അയാളാണ് ടെക്നിക്കൽ ഡയറക്ടർ, ക്ലബിന്റെ ടെക്നിക്കൽ ഡയറക്ടർ. അത് ഫുട്ബോൾ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്നുള്ള ഒരു റോളിന് ഏറ്റവും ഈക്വലന്റ് ആയിട്ട് വന്നിരിക്കുന്ന ആളാണ് ക്രിസ്റ്റഫർ വിവൽ. പുള്ളി ഇപ്പൊ പറയുന്ന മാറ്റ്ലോ പറയുന്ന അനുസരിച്ച് പറയുകയാണെങ്കിൽ പെട്ര ചെക്കിന്റെ പഴയ റോളായിരിക്കും. അതായത് പ്ലെയേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, പ്ലെയേഴ്സിന് വെച്ചിരും കൂടി ഒരു ടെക്നിക്കൽ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ദാറ്റ് കണക്ട് ബിറ്റ്വീൻ ദി ഇമീഡിയറ്റ് മാനേജ്മെന്റ് ആൻഡ് ദ പ്ലെയേഴ്സ് ആയിരിക്കും ക്രിസ്റ്റഫർ വിവൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത് ജോ ഷീൽഡ്സ് ആണ്. അയാള് മാൻ സിറ്റിയിലൊക്കെ വളരെയധികം റെപ്യൂട്ടേഷൻ എടുത്ത ഒരു ഡയറക്ടർ ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ടാലന്റ് ആണ്. അയാളുടെ റൈസ് ടു മാനേജ്മെന്റ് വാസ് ലൈക്ക് നമ്മുടെ ഗ്രാം പോട്ടറിനെ പോലെ തന്നെ ഭയങ്കര ഒരു ഔട്ട് ഓഫ് നത്തിങ് ടു സംതിങ് ഓഫ് എ ഗാർഗാൻച്വൻ പേഴ്സൺ ഇൻ ദി റോളായ പോലെയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ കൈൽ മക്കോളെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഗ്രാം പോട്ടറിന്റെ കൂടെ വന്നതാണ്. അപ്പൊ ഇയാളും ഇവരൊക്കെ കൂടിയിട്ട്, സോ ബേസിക്കലി 1-2 ചെയ്തിരുന്ന പണി ഇപ്പൊ ഈ ഗ്രൂപ്പ് എല്ലാവരും കൂടി ചെയ്യാൻ പോവാണ്. ലൈക്ക് ഹൗ ഇറ്റ് ഇസ് ഇൻ എ മോഡേൺ കോർപ്പറേറ്റ് എൻവയൺമെന്റ്. സോ അതിന്റെയൊക്കെ ഗുണം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹെബാറിന് അറിയായിരിക്കും. ദാറ്റ് ഇറ്റ് ഇസ് ബേസിക്കലി നമ്മളൊരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു വെൽ ഓയിൽഡ് മെഷീൻ. ഈ പറഞ്ഞ പോലെ 1-2 പേരുടെ ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ല. നൗ ഇറ്റ് വിൽ പ്രോബ്ലി ബി എ ഡെമോക്രസി ദാറ്റ് ഇസ് ബാക്ക്ഡ് ബൈ നമ്പേഴ്സ് അല്ലേ ഹെബാർ? അതിന്റെ ഒരു ഗുണമുണ്ട്. പ്ലസ് ഓൾസോ സിറ്റിയുടെ ഒരു ഫുട്ബോളിംഗ് സ്ട്രക്ചർ കുറെ കാലം കണ്ട് കൊതിച്ചിരുന്ന ഒരാളാണ്. ആസ് ഇൻ ഒരു എക്സാമ്പിൾ മറ്റേ ഒട്ടമെൻഡി ഐ തിങ്ക് വാസ് എ വെരി ഗുഡ് പ്ലെയർ ഫോർ സിറ്റി. ഇഷ്ടംപോലെ ഗോളൊക്കെ അടിച്ച് ലീഗ് അടിച്ചൊരു പ്ലെയർ ആണ്. ബട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ട്, ടെൽസ് ബെഗിറിസ്ഥാൻ ആസ് ഇൻ ലെഫ്റ്റ് സെന്റർ ബാക്കി കളിക്കുന്ന ആള് ഹാസ് ടു ബി എ ഗുഡ് പാസർ ഓൺ ഹിസ് ലെഫ്റ്റ് ഫുട്ട്. ഐ വോണ്ട് ഡിഫറെന്റ് ആംഗിൾസ് ഓഫ് പ്ലേ. ഇത്ര ചെറിയ ഡീറ്റെയിൽസ് if footballing people can sit and discuss and take decisions, obviously it will reflect on the pitch. അതാണ് ഇപ്പോൾ സിറ്റിയിൽ കാണാൻ പറ്റുന്നത്. There are so many options, so many solutions to any problem they face. അപ്പോൾ അതേപോലത്തെ ലെവൽ ഓഫ് ഡീറ്റെയിൽസ് ചെൽസിയിലും വരട്ടെ. മെറീന ഫോർ ഓൾ ഹെർ ക്വാളിറ്റീസ് വാസ് നോട്ട് എ ഫുട്ബോളിംഗ് പേഴ്സൺ. ഇമാനുവലോ പോയ ശേഷം ഐ തിങ്ക് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാണാനുണ്ടാവുന്നു ഇൻ ദ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ഓൺ ദ പിച്ച് ഓൾസോ. Very happy that footballing people are now in charge. And I think he was in charge of Matthias Cunha. I think he's playing at Atletico Madrid. Nkunku discovery the player as in PSG and he should come to the Red Bulls എന്ന് കണ്ടുപിടിച്ചൊരു player ആണ്. കണ്ടുപിടിച്ച ഒരാളാണ്. So he has rich experience in football data and happy to see Chelsea making such appointment. Success ആവില്ല എന്നുള്ളത് കണ്ടറിയാം, but definitely making the right. SK ബ്രോ, ഇതില് ഈ ഒരു പോഡ്കാസ്റ്റില് മാറ്റ്ലോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും പേരൊക്കെ വന്നാലും ടോഡ് ബോളിക്ക് അങ്ങ് പിടിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയില് പുള്ളി ഉണ്ടാക്കിയ ആ ഒരു സ്റ്റാർഡമും ആ ഒരു മാസ്. അപ്പോ ഇറ്റ് ഇസ് റിപ്പോർട്ടഡ്ലി സെയിങ് ദാറ്റ് ഈ വിന്റർ വിൻഡോയിലും
he'll be pretty hands on. അത് നല്ലതാണോ? റൊണാൾഡോ വരുമോ? അല്ല, സി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് റൊണാൾഡോ വരും എന്നുള്ളത്. കാരണം ഇഫ് യു വാണ്ടഡ് ടു ബ്രിങ് ഇറ്റ് തോമസ് ടൂക്കലിന്റെ ടൈമിൽ തന്നെ കൊണ്ടുവന്നേനെ. സോ ഹി ഈസ് റെസ്പെക്ടിങ് ദ കോച്ച്. പിന്നെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഈസ് ഇൻക്ലൈൻഡ് ടു ഗിവ് വാട്ട് ദ കോച്ച് വാണ്ട്സ് മോർ ഓർ ലെസ്. സക്കറിയനൊക്കെ അല്ലെങ്കിൽ സാക്കറിനെ പിള്ളിലേക്ക് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ എന്തിനാ കൊണ്ടുവരുന്നത് അല്ലേ? സോ ഈ ബോട്ട് ഇൻ ഒബാമയാങ്, ഈ ബോട്ട് ഇൻ സ്റ്റേർലിംഗ്. സോ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, വാട്ട് എവർ ബി ദ ഡിമാൻഡ്. സോ എനിക്ക് തോന്നുന്നില്ല ദാറ്റ് വിൽ ബി എ ട്രബിൾ. ഐ തിങ്ക് പാർട്ട് 1 he was learning and he learned pretty well. അത്രയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ he'll gonna be, I think, upgraded ടോഡ് ബോളിനെ കൂടെ കാണാൻ പറ്റും. ആൻഡ് പോട്ടറിന്റെ ഇൻസൈറ്റും കൂടെ വെച്ചിട്ട് പ്രോബ്ലി വി മൈറ്റ് സീ എ ഗുഡ് ട്രാൻസ്ഫർ വിൻഡോ. എന്റെ ഒരൊറ്റ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിൽ ഇന്നലെ എൻകൂക്കു ഷുഡ് ബി ത്രൂ, മേ ബി ടു ആൻ എക്സ്റ്റെൻഡഡ് ബോഡി ഓൾ. പക്ഷെ നമ്മൾ ചുമ്മാ ഈ സ്റ്റാർ പ്ലേയേഴ്സിന്റെ പേര് മാത്രം പോണതിന് പകരം പൊട്ടൻഷ്യൽ ട്രാൻസ്ഫർ ടാർഗറ്റ്സ് ഓഫ് ഫ്യൂച്ചർ ആൾക്കാരെയും കൂടെ കാണണം. ഐ മീൻ ഇമ്മീഡിയറ്റ്ലി, not the Zakrians and the Casadais and the Chukwuemekas. അതൊക്കെ ഒരു 4-5 years project ആണ്. I'm saying project for now and project for future. ഈ എവിടൊന്നും കേട്ടിട്ടില്ലാത്ത ഈ പറഞ്ഞ പോലെ ആരായിരുന്നു ലിവർപൂൾ വാങ്ങിച്ച് മാസ് കാണിച്ച അവന്റെ പേര് ലൂയിസ് ഫാബിയോ കർവാലിയോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അതുപോട്ടെ ഞാൻ പറയണത് അക്കഞ്ചി മാഞ്ചസ്റ്റർ സിറ്റിയില് ചെക്കൻ എന്ത് കളിയാണ് കളിക്കണത്? ഇവന് ഏതാണെന്ന് എനിക്കറിയില്ല. പ്രോപ്പർ അണ്ടർ ദ റേഡാർ സൈനിങ്സ് ആയിരുന്നു. ആൻഡ് ഹി ഈസ് ഡൂയിങ് പ്രിറ്റി, കളിക്കുന്ന കളിയൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്. ആൻഡ് യെസ്, വേറൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് വന്നത് ദാറ്റ് നമ്മുടെ റീസ് ജെയിംസും ഫൊഫാനയും ദുബായി പോയ റെജുവിനേഷൻ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാരും അവിടെ ഇവിടെ ഒക്കെ പോയ റെജുവിനേറ്റ്. വേറൊരു കാര്യം ഉണ്ടായി അത്ലറ്റിക്കിന്റെ പോഡ്കാസ്റ്റില്, അതായത് സൈമൺ ജോൺസൺ ഒക്കെ ഉള്ള പോഡ്കാസ്റ്റിൽ അവര് കൺഫർമേഷൻ പറഞ്ഞു ദാറ്റ് തോമസ് ടൂക്കൽ വാസ് അറ്റ് കേരള ഫോർ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എന്ന്. ആൻഡ് അവര് they quoted him saying he feels rejuvenated, പഴയ കാര്യങ്ങളൊക്കെ മറന്നു, I should have had more time at Chelsea but that is in the past, ഞാൻ അതെല്ലാം ഹീൽ ചെയ്തു, I feel rejuvenated, ready for the next challenge എന്നുള്ളത്. അപ്പോ അതിൽ തന്നെ ചോദിക്കാണ്, അജിത്, ഡു യു തിങ്ക് പ്രീമിയർ ലീഗിൽ ഏതെങ്കിലും ക്ലബുകൾ പുള്ളിനെ അപ്രോച്ച് ചെയ്യുമായിരിക്കോ? I think he would like to go back to Germany, feel good at home. Maybe a Bayern Munich, like if they sack Nagelsmann, that's a good opportunity. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നാഷണൽ ടീം ആഫ്റ്റർ ദ വേൾഡ് കപ്പ്, that is also a good opportunity. Like for example, even England, for example, ഇപ്പോൾ ഇംഗ്ലണ്ട് എന്തെങ്കിലും കപ്പൊന്നും അടിക്കാതിരുന്ന എന്തായാലും സൗത്ത് ഗേറ്റിനെ പുറത്താക്കുന്ന ടൈമൊക്കെ അതിക്രമിച്ച് ഒന്നും പറയാനില്ല. ബട്ട് ഐ വുഡ് ബി വെരി ഹാപ്പി ഇഫ് ടൂക്കൽ കംസ് ഇൻ there. So that's an opportunity, national teams. റൈറ്റ്. സോ ടൂക്കൽ കേരളം വിട്ടു. അമൽ ഭാർഗവൻ ചോദിക്കേണ്ടായി കേരളയിൽ ഉണ്ടോ എന്നുള്ളത്. കുറച്ച് ചെൽസി ഫാൻസ് പോയി സെൻഡ് ഓഫ് ഒക്കെ കൊടുത്തിരുന്നു. ഹി ലുക്സ് വെരി നൈസ്, ഐ മീൻ റെജുവിനേറ്റഡ്, പ്രോപ്പർ പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ട്. വി വിഷ് ഹിം വെൽ, കാരണം nothing but love for that man. So coming back to Reece James and Fofana, അവർ ദുബായിലാണ്. അപ്പാരന്റ്ലി വാം വെതർ ആണ് അവരുടെ ഇഞ്ചുറിക്ക് റെജുവിനേഷന് നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ ദുബായിലേക്ക് അയച്ചേക്കാണ് വിത്ത് ചെൽസി, വിത്ത് മെമ്പർ ഓഫ് ദ ചെൽസി മെഡിക്കൽ സ്റ്റാഫ്. അയാളുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കെ. പിന്നെ നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മള് ഈ പറഞ്ഞ മിഡ്ഫീൽഡിൽ എന്താ ചെയ്യാൻ പോണെന്നുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എൻകുങ്കു വിൽ ബി എ ഡീൽ ഓൺലി ഇൻ ദ സമ്മർ എന്നാണ്. ബിക്കോസ് അപ്പാരന്റ്ലി ലൈപ്സിഗ് അവർക്ക് റിലീസ് ക്ലോസ് ഉണ്ടെങ്കിലും they are willing to talk to Chelsea because Chelsea has shown genuine interest. നമ്മൾ ആ മെഡിക്കലൊക്കെ തീർത്തു വെച്ചിരിക്കുകയാണ്. ബട്ട് we have a gentleman's agreement in place that says ഈ സീസൺ കഴിഞ്ഞ് വേൾഡ് കപ്പ് എല്ലാ ബഹളമൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇവനെ വിടുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ ഫോർ ദിസ് വിന്റർ അറ്റ് ലീസ്റ്റ്. ഡു യു തിങ്ക് ഈ പറഞ്ഞ പോലെ അത് അത്രക്ക് വലിയ പ്രശ്നമാണോ? ബിക്കോസ് അറ്റാക്കേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ അത്രക്ക് വലിയ ഷോട്ടൊന്നും അല്ല, അവരുടെ ഫോമിന്റെ കാര്യത്തിൽ മാത്രമേ ഷോട്ടുള്ളൂ. ഹെബ്ബാർ എൻകുങ്കൂടെ ഐ തിങ്ക് ബുണ്ടസ്ലീഗ പ്ലെയർ ആയതുകൊണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് കൺസേൺസ്. ആ ഒരു ടീമോ കായി വന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടിട്ട് കുറച്ച് പേർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്. ബട്ട് ഈസ് എ ടോട്ടലി ഡിഫറെന്റ് പ്ലെയർ. നല്ലപോലെ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ ആണ്. റീസണബിളി ക്രിയേറ്റീവ് ആണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് കളിച്ചിട്ടുള്ളൊരു പ്ലെയർ ആണ്. ബട്ട് വെദർ ഹീസ് ആക്ച്വലി വർത്ത് ദ എമൗണ്ട് ഓഫ് മണി ഈസ് ഡിബേറ്റബിൾ. പേഴ്സണലി ഫോർ മീ,
ഐവൻ ടോണി ഉള്ളപ്പോൾ ആൻഡ് വെൻ ഹി ഷോയിങ് ദ കൈൻഡ് ഓഫ് ഫോം ദാറ്റ് ഹി ഷോയിങ്, ഒരു മെലിഞ്ഞ ഡ്രോഗ്ബനെ പോലെ ചില കളികളിലൊക്കെ ഹി ക്യാൻ പുൾ വൈഡ്, ഹി ക്യാൻ ഡ്രോപ്പ് ഡീപ്, ഹി ക്യാൻ ക്രിയേറ്റ് ചാൻസസ് ഫോർ ഫൺ. ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറാണ്. എനിക്ക് ഹ്യൂജ് ഫാൻ ഓഫ് ഐവൻ ടോണി. അപ്പൊ ആളെ കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇഫ് എൻകുങ്കു കംസ് ഇൻ, ഇഫ് ദാറ്റ് സൈനിങ് ഡസൻ ഹാപ്പൻ, കുറച്ച് എന്താ പറയാ, മേ ബി വി ആർ നോട്ട് മേക്കിംഗ് ദ ബെസ്റ്റ് മൂവ്, ബട്ട് എന്താ പറയാ, ലേപ്സിക്കത്തെ ആൾക്കാരനെ വീവ് ബ്രോട്ട് ഇൻ, ദേവ് സീൻ എൻകുങ്കു ഡെവലപ്പ് ആസ് എ പ്ലെയർ, സോ മേ ബി ദേ നോ ബെസ്റ്റ്. അറ്റാക്കിന്റെ കാര്യം വേറെ ഐ എം നോട്ട് ടു ഷുവർ. ഒരു വൈഡ് അറ്റാക്കർ ഫോർ ഷുവർ. ഐ തിങ്ക് പെപ് ഗാർഡിയോള മാത്രമല്ല, എനി മാനേജർ വിൽ ഓൾവേസ് ഇൻസിസ്റ്റ് ഓൺ, ഇപ്പോ വല്ലാണ്ട് ക്ലോസ് ഓഫ് ചെയ്യുമ്പോൾ സിറ്റിയുടെ കഴിഞ്ഞ കളി ഐ തിങ്ക് ദേ സ്ട്രഗിൾ മേജർലി. ലെഫ്റ്റ് റൈറ്റിലെ കളി ഒരു 5-4-1 ഡി ബ്ലോക്ക് ആയിരുന്നു. ദേ ഹാഡ് നോ പ്ലേസ് ടു പ്ലേ ത്രൂ ദ മിഡ്ഫീൽഡ്. ഒരു ഫ്രീ കിക്ക് അടിച്ച് കയറ്റിയ ഡെ ബ്രോയ്ന ഇസ് ടെസ്റ്റ്മെന്റ് ടു ഹിസ് ക്വാളിറ്റി. പക്ഷെ ദേ വുഡ് ഡെഫിനറ്റ്ലി ഹാവ് വാണ്ടഡ് സംവൺ, ഒരു 1v1 സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ, മേ ബി ലൈക്ക് ലെറോയ് സാനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് മേ ബി ഹാഡ് എ മച്ച് ഈസിയർ മാച്ച്. ചെൽസി ഡെഫിനറ്റ്ലി നീഡ്സ് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ. അത് ഉസ്മാൻ ഡെംബേലെ ഈ സീസൺ ബാർസയെ കളിക്കുമ്പോൾ കൊതിച്ചു പോണ്. ഇഫ് ഹി ഹാഡ് കം ടു ചെൽസി അങ്ങോട്ട് ആഗ്രഹിച്ചു പോണ്. ഹീസ് എന്താ പറയുക, ഇൻ ദ ഫോം ഓഫ് ഹിസ് ലൈഫ് നല്ല ഈസ് പ്ലേയിങ് റിയലി റിയലി വെൽ ഫോർ ബാർസ. അങ്ങനത്തെ ഒരു സൈനിങ് ഇഫ് വി ആർ ചേസിങ് അറ്റ്ലീസ്റ്റ് ഫോർ 12 million 10 million സാഹേനെ കിട്ടിയൊരു 2 കൊല്ലം എക്സ്പെരിമെന്റ് ആണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ഒരു 2 പ്രൊഫൈൽ അല്ലാണ്ട് ഐ ഡോണ്ട് തിങ്ക് ജാനുവരിയിൽ അറ്റ്ലീസ്റ്റ് വിൽ ബി ചേസിങ് ടു മെനി അതർ. സാഹയൊക്കെ വരട്ടെ, കിളവന്മാർക്ക് വലിയ പഞ്ഞൊന്നും ഇല്ലാത്ത ടീമായി മാറുന്നുണ്ട് ഇപ്പൊ ചെൽസി. പഴയ ആർസനലിനെ പോലെ റിട്ടയർമെന്റ് FC ആയി മാറുന്നുണ്ട്. എല്ലാം കിളവന്മാരാണ്. സ്പീക്കിംഗ് ഓഫ് കിളവന്മാര്, അജിത്തിന്റെ അടുത്ത് മാത്രം ചോദിക്കുന്നുള്ളൂ, ബിക്കോസ് വീവ് ഹാഡ് ഡിസ്കഷൻസ് ബേസ്ഡ് ഓൺ ദിസ് ടോപ്പിക് ബിഫോർ ഓൾസോ. പക്ഷെ ഇപ്പൊ ഇറ്റ്സ് സ്റ്റിൽ സർക്കുലേറ്റിംഗ് ദാറ്റ് കാണ്ടയുടെ കോൺട്രാക്ട് നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇനി ചെൽസിയിൽ ഉണ്ടാവുന്ന എല്ലാ റിന്യൂവൽസും, അതായത് ഇപ്പൊ പുതിയ ഇറയിൽ വന്നിട്ട് ചെയ്യുന്ന എല്ലാ കോൺട്രാക്ട് റിന്യൂവൽസും, ഇറ്റ് വിൽ ഓൾ ബി ഇൻസെന്റിവൈസ്ഡ്. ഈ പറഞ്ഞ പോലെ ഒരു ബേസ് സാലറി പ്ലസ് ഇൻസെന്റിവ്സ്, അങ്ങനെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് ദ നോം ഇൻ ദ സ്റ്റേറ്റ്സ്. USA അങ്ങനെയാണ്. ഡസൻ മീൻ ദാറ്റ് നീ കാലൊടിഞ്ഞ് അവിടെ ഇരുന്നു പൈസ തരില്ല, അങ്ങനെയല്ല. ബട്ട് ഇഫ് യു വാണ്ട് മോർ മണി യു നീഡ് ടു പെർഫോം. അപ്പോ കാണ്ടേനെ പോലത്തെ ഒരു പ്ലെയറിനെ do you keep him with incentivized contract or you let him go for free? Difficult question, and for Chelsea fans is late him, but I think you should let him go for free. He's one of the greatest midfielders, and he's been a great servant for Chelsea. But if you can't play 10-20 games, and if you like, we can't trust on Kante anymore that he'll be there when we need him. കോവസിച്ചിന്റെ കേസും ഏകദേശം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കോവസിച്ച് പ്ലേസ് മോർ ഗെയിംസ് ഐ ഫീൽ. അങ്ങനെ നോക്കുമ്പോൾ ആൻഡ് കാണ്ടെ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഗോ. ലൈക്ക് ഡെഫിനറ്റ്ലി he's contributed a lot, and he's one of the great characters in the dressing room. പക്ഷേ when it's time to go, I think we should leave. And Chelsea policy, we have done that to many great players. Lampard's case I felt bad, and I think maybe it's time. അപ്പൊ മൂസിൻ പറഞ്ഞ പോലെ സൈൻ ചെയ്ത ഒരു കിളവനാണ് ഇപ്പൊ കിടുവായി കളിക്കുന്നത്. അബ്സല്യൂട്ട്ലി അയാളെ ഞാൻ ഒരു കിളവനായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് കളി കണ്ടിട്ടുള്ള ബോത്ത് ഓഫ് us, we know പുള്ളി എന്തൊരു ടൈപ്പ് മനുഷ്യനാണെന്നുള്ളത്. അപ്പോ ഐ തിങ്ക് എഴുതി വെച്ചിരുന്ന ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു. എനിബഡി വാണ്ട്സ് ടു ആഡ് എനിത്തിങ് ബിഫോർ ഐ സമ്മറൈസ് ദ വിമൻസ് ഗെയിം? ഗോ ഓൺ എംബാർ, ഇഫ് യു ഹാവ് എനിത്തിങ്. പോയിന്റ്സ് ആയിട്ട് ഒന്നുമില്ല. അത് പോട്ടർ ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ടാക്ടിക്കലി റൈറ്റ് ആസ് വെൽ ആസ് റോങ്. അത് എവ്രി വൺ എക്സ്പെക്റ്റഡ്. ഒരു യങ് മാനേജർ, പഠിച്ചു വരുന്ന ഒരു മാനേജർ ഒരു പുതിയ ടീമിൽ വരുമ്പോൾ ഒബ്വിയസ്ലി ഹി വിൽ ഗെറ്റ് തിങ്സ് റോങ്. ട്വിറ്ററിൽ കയറിയ പോട്ടർ ഔട്ട് എന്ന ഒരു വിളി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് സ്റ്റുപ്പിഡ്. ഒരു ലോങ് ടേം പ്രോജക്റ്റ് 100 വട്ടം പറഞ്ഞ് കൊണ്ടുവന്ന ഒരു മാനേജറിനെ ആൻഡ് വരുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഓക്കെ ദർ വിൽ ബി ടഫ് ടൈംസ്, വി ആർ റെഡി ടു ഹാൻഡിൽ ഇറ്റ് എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ പ്ലേറ്റ് പറഞ്ഞ് കുറെ ഇത് കാണാനുണ്ട്. ബട്ട് ഞാൻ ഇത്ര നാളായിട്ട് ചെൽസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെൽസി ഫാൻസ് ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചു തുടങ്ങി, ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ഇന്നേ വരെ ഉച്ചരിച്ചിട്ടില്ലാത്ത 3 വാക്കുകളാണത് ഇൻ ടേംസ് ഓഫ് ഫുട്ബോളിംഗ് മാനേജർ കരിയർ. ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് നമുക്ക് പറയാൻ പോലും സമയം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ക്ലബ് ആയിരുന്നു. ഹോപ്പ്ഫുള്ളി it's not the case anymore. I mean, I am ready to trust in the process because I've seen നല്ലത് എന്താണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എബാറ പറഞ്ഞ പോലെ ചീത്ത എന്താണെന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു ഷോർട്ട് പീരീഡ് SK പറഞ്ഞ പോലെ തന്നെ നമ്മൾ we've seen the highs and lows already, I think, before it's too late. അപ്പോ അതിൽ നിന്ന്
നല്ലതുണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ട്രസ്റ്റിംഗ് ദ പ്രോസസ് ഹെബർ കണ്ടിന്യൂ. അതിന് ഇനിയും മോശക്കാലം ഇതിലും മോശം. ഐ തിങ്ക് ദർ വിൽ ബി എ കപ്പിൾ ഓഫ് ഗെയിംസ്. ഒരു സാറി 6-0 പോലത്തെ കളികൾ കാണാൻ പറ്റും. കളി കഴിഞ്ഞ് ഇതേപോലെ സ്ക്രീനിൽ വന്ന് നമ്മളെല്ലാവരും പച്ച തെറി പറഞ്ഞാലും നത്തിങ് ടു ഡു അതർ ദാൻ ശരി, ദിസ് വിൽ ബെയർ ഫ്രൂട്ട് അറ്റ് വൺ പോയിന്റ്. വി ഹാഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജേഴ്സ് ഇൻ ദ വേൾഡ്. 2K ഉണ്ടാകുന്നു, ഡിൻ ഗെറ്റ് ബാക്ക്, ഡിൻ ഹാപ്പൻ. ഇനി അതാലോചിച്ചിരിക്കുന്നത് ഐ തിങ്ക് ഡസന്റ് മേക്ക് എനി സെൻസ്. വി മൂവ് ഓൺ, ട്രൈ ആൻഡ് ഫൈൻഡ് എന്താ പറയാ, ആൾ പഠിച്ചു വരും, ടീമിനെ സെറ്റ് ആക്കുന്ന വിശ്വാസം. Right. Apo, I think we are almost done. Just touching upon the women's game. നമ്മൾ കഴിഞ്ഞ WSL കളി ആസ്റ്റൺ വില്ല ആയിട്ടായിരുന്നു കളിച്ചത്. ഇറ്റ് വാസ് എറ്റ് കിങ്സ് മെഡോ, നമ്മുടെ ഹോം മാച്ച് ആയിരുന്നു. റീസ് ജെയിംസ് മാത്രമേ ഇപ്പൊ ഇഞ്ചുറി ഉള്ളൂ. പക്ഷെ ലോറൻ ജെയിംസ് പൊളിക്കുകയാണ് മക്കളെ, പൊളിക്കുകയാണെന്ന് തന്നെ പറയാം. 2 ഗോളാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ലോറൻ ജെയിംസ് അടിച്ച. 3-1 നമ്മളെ കളി ജയിച്ച. സോ ഇറ്റ്സ് all well and good for the women's team. And most importantly, Emma Hayes was in the stands. കളി കാണാൻ വന്നിരുന്നു. കോച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടില്ല ബിക്കോസ് ഷീ ഹാഡ് എ മേജർ സർജറി ഓഫ് റിമൂവിങ് ഹർ യൂട്രസ്. ഇറ്റ്സ് കോൾഡ് ഹിസ്റ്ററക്ടമി ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോ അത് കഴിഞ്ഞിട്ട് അവർ മാനേജർ ഇസ് ബാക്ക് ഇൻ ദ സ്റ്റാൻഡ്സ് നൗ. സോ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഷീൽ ബി ഓൺ ദ സൈഡ് ലൈൻസ്. സോ യാ, ഐ തിങ്ക് ദാറ്റ്സ് ദാറ്റ്. നാളത്തെ കളി ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു പൊട്ട കളിയാണ്. കുറെ അക്കാഡമി പിള്ളേരും നമ്മുടെ ഫ്രഞ്ച് പ്ലേയേഴ്സ് എല്ലാവരും ഇറങ്ങട്ടെ, ബാക്കി എല്ലാവരും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. SK ഓൾറെഡി പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദാറ്റ്. എനിത്തിങ് SK, do you want to add on to the final thoughts? Please go. No, nothing. ഞാൻ ഫൈനൽ തോട്ട്സ് ഒന്നുമില്ല. ഒരു 3 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററും മണിക്കൂറുകളും ഡ്രൈവ് ചെയ്ത് അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. കളി പോലും കാണാൻ പറ്റിയില്ല. ഐ തിങ്ക് ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് ഹാപ്പൻ ടു മീ. കളി കാണാൻ പറ്റാത്തതാണ്. കാരണം ഐ കുഡ് ലുക്ക് അറ്റ് ദി എൻറ്റയർ തിങ് ഒബ്ജക്റ്റീവ്ലി. സോ ഐ തിങ്ക് ടു ഏർലി. നമ്മുടെ റീസെന്റ് സക്സസ് ആണ് നമ്മളെ ഭയങ്കരമായിട്ട് സ്പോയിൽ ചെയ്തിരിക്കുന്നത്. ഐ മീൻ ചാമ്പ്യൻസ്. അപ്പോൾ നമുക്കൊരു ചെറിയ തോൽവി പോലും താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് പോലും, വേറെ ആർക്കും എന്നല്ല. പക്ഷേ ഇറ്റ് ഇസ് വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടറിന് തന്റെ പ്ലേയേഴ്സിനെ കിട്ടാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുവരെ ഈ ചീത്തവിളിയും മറ്റേതും മറിച്ചും ഒക്കെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. മേ ബി ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ പുറത്തുനിന്ന് പോകേണ്ടി വരും. ആൻഡ് ദാറ്റ് വിൽ ഡു ഗുഡ് ഫോർ അസ്. 1 season of without ചാമ്പ്യൻസ് ലീഗ് വിൽ ഡു ഗുഡ് ഫോർ അസ്. unless and until we get the players back. അങ്ങനെയല്ല ആഗ്രഹം. ഞാൻ പറഞ്ഞ unless and until we get ആവരുതെന്നല്ല, ആവണമെന്നല്ല. സോ യാ, ബട്ട് അഗൈൻ സാഗ്ബർഗ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഗെയിം കാണാൻ രസമായിരിക്കും. ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഗോസ്. Right. Thank you, boys. So as the title suggested, honeymoon's over. Now let the real marriage begin. Appo let's see first episode of that marriage എങ്ങനെയാണെന്ന്. So അതുവരേക്കും വണക്കം. Bye bye. Good night.